ഹായ് ഹലോ ആൻഡ് വെൽക്കം ടു IAS ഫാക്ടർ. നമ്മൾ ഇന്ന് നവംബർ 3 വാർത്തയാണ് ഡിസ്കസ് ചെയ്യുന്നത്, ദ ഹിന്ദു ന്യൂസ് അനാലിസിസ്. ആൻഡ് ഇന്ന് സൺഡേ ആയതുകൊണ്ട് തന്നെ ഒരുപാട് വാർത്തകളുണ്ട്, സയൻസ് ആൻഡ് ടെക്നോളജി ഉൾപ്പെടെ കുറേ ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സ് ഇതിൽ തന്നെ കവർ ചെയ്യാമെന്ന് വിചാരിച്ചു. എന്തായാലും സയൻസ് ആൻഡ് ടെക്കിൻ്റെ കുറേ ടോപ്പിക്കും ഉണ്ട്. സോ അതിൽ കുറച്ച് ബേസിക് ആയിട്ടുള്ള കുറേ ഐഡിയാസ് നമുക്ക് ഡിസ്കസ് ചെയ്ത് പോവാം. ആൻഡ് ഡൽഹി എഡിഷനാണ് ഫോളോ ചെയ്യുന്നത്. സോ ലെറ്റ്സ് ഗോ ഇൻ ടു ദി ഇമ്പോർട്ടൻറ്റ് കോണ്ടന്റ് ഓഫ് ദ ഡേ. നമുക്ക് ബാക്കി ഇന്ന് എഡിറ്റോറിയൽസ് ഇല്ല, പക്ഷേ പകരം എഡിറ്റോറിയൽസിന് പകരം സയൻസ് FAQ പ്രൊഫൈൽസ് എന്ന് പറയുന്ന എക്സ്ട്രാ സെക്ഷൻസ് ഉണ്ട്, വിച്ച് ഈസ് ഓൾമോസ്റ്റ് വെരി ഈക്വലൻ ടു എഡിറ്റോറിയൽസ്. നമ്മുടെ ഈ സൺഡേ ഒരു പേജും കൂടെ ഉണ്ട്, പ്രൊഫൈൽ അല്ലെങ്കിൽ FAQ എന്ന് പറയുന്നൊരു പേജ് ഉണ്ട്. ഇത് നമ്മൾ കഴിഞ്ഞ ഒരു വീക്കായിട്ട് നമ്മൾ ഹിന്ദുവിൽ ഡിസ്കസ് ചെയ്ത കുറേ ടോപ്പിക്കിൻ്റെ കുറച്ചുകൂടെ എക്സ്പ്ലനേഷൻ വേർഷനാണ്. ഇതെല്ലാം നമ്മൾ ഓൾറെഡി പ്രീവിയസ് വീഡിയോയിൽ ഓൾറെഡി ഒരുപാട് ഡിസ്കസ് ചെയ്തിട്ടുമുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഈ ഒരു ടോപ്പിക്സ് എല്ലാം ഓൾറെഡി ക്ലിയർ ആണ്. അപ്പോൾ നമുക്ക് ഇന്നത്തെ മെയിൻ ആയിട്ടുള്ള വാർത്തയിലേക്ക് ഇമ്പോർട്ടൻ്റ്ലി കിടക്കാം. സോ മൂവിങ് ഓൺ ടു ദ ഫസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സ് പെട്ടെന്ന് തന്നെ ഡിസ്കസ് ചെയ്ത് പോകുമ്പോൾ ലെറ്റ്സ് ടേക്ക് ആൻ അണ്ടർസ്റ്റാൻഡിങ് അബൌട്ട് ദി ഇതിൽ പ്രധാനമായിട്ടും കാനഡയുടെ അബ്സേർഡ് ചാർജസ് ആണ്. ഇപ്രാവശ്യം വേറെ ചാർജസ് ഒന്നും അല്ല. ഇപ്രാവശ്യം പ്രധാനമായിട്ട് എടുത്തു പറയുന്ന പ്രധാന കാര്യം എന്ന് പറയുന്നത് ഓൾറെഡി കാനഡയിലും US-ലും നടക്കുന്ന ഒരുപാട് ചലഞ്ചസ് ഉണ്ട്. പ്രത്യേകിച്ച് ഖാലിസ്ഥാനി ഫോഴ്സസിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് വരുന്ന പോസ്റ്റുകളാണ് ഇതെല്ലാം, അല്ലെങ്കിൽ ഖാലിസ്ഥാനി ഫോഴ്സസ് അല്ലെങ്കിൽ ഖാലിസ്ഥാനായിട്ട് ബന്ധപ്പെട്ട് വരുന്ന വാർത്തകളാണ് കൂടുതലും വരുന്നത്. അപ്പോൾ ഈ ഇന്ത്യക്ക് പുറത്ത് US-ലും കാനഡയിലും ഒക്കെ നടക്കുന്ന പ്രധാനപ്പെട്ട ഈ ഖാലിസ്ഥാനി ഫോഴ്സസിനെതിരെ നടക്കുന്ന ആക്ടിവിറ്റീസ് എല്ലാം ട്രിഗർ ചെയ്യുന്നത് അമിത്ഷാ ആണെന്നാണ് ഇവരുടെ കാനഡിയൻ ഹൈക്കമ്മീഷണർ ലീക്ക് ചെയ്തിരിക്കുന്ന ഇൻഫർമേഷൻ. അതായത് അമിത്ഷാ ആണ് ഇതെല്ലാം ചെയ്യുന്നതെന്നാണ് ഇവർ പറയുന്നത്. സോ ഇന്ത്യയുടെ യൂണിയൻ ഹോം മിനിസ്റ്റർ തന്നെയാണ് ഇതൊക്കെ മെയിനായിട്ട് പെർപെട്രേറ്റ് ചെയ്യുന്നതെന്നുള്ള വാർത്തയാണ് ഇന്ന് വെസ്റ്റേൺ മീഡിയ കംപ്ലീറ്റ്ലി ബ്രേക്ക് ഔട്ട് ചെയ്തിട്ടുള്ളത്. സോ നമ്മളിത് വളരെ ക്ലോസ്ലി ഒബ്സർവ് ചെയ്താൽ മതി. നമുക്കിതിനകത്ത് പൊളിറ്റിക്കൽ ആംഗിൾസ് ഒന്നുമില്ല. വി വിൽ ഒബ്സർവ് ദിസ് ന്യൂസ് വെരി ക്ലോസ്ലി. ഇത് വളരെ ക്ലോസ് ആയിട്ട് ഒബ്സർവ് ചെയ്തിട്ട് നമ്മുടെ അടുത്ത ചലഞ്ച് എന്ന് പറയുന്നത് നമ്മളിത് ക്ലോസ് ആയിട്ട് ഒബ്സർവ് ചെയ്ത് ഇതിൻ്റെ ഖാലിസ്ഥാനി ആംഗിൾ എന്താണ്, വാട്ട് ഈസ് ദ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ റെസ്പോണ്ടിങ് ടു ദിസ് ക്രൈസിസ്. ഇതിന് ശേഷം ഓൾറെഡി ഇന്ത്യൻ കാനഡയുടെ റിലേഷൻസ് വളരെ ലോ ആയിക്കൊണ്ടിരിക്കുകയാണ്. ആൻഡ് ഓൾറെഡി കാനഡിയൻ ഹൈക്കമ്മീഷണർ ഇന്ത്യൻ ഹൈക്കമ്മീഷണർ ഡിപ്ലോമാറ്റ്സിനൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും അവർ സ്വിച്ച് ബാക്ക് ചെയ്തിട്ടുണ്ട്. സോ ഇത്തരത്തിലുള്ള വാർത്തകൾ ഇനിയും വരും. സോ വിൽ ജസ്റ്റ് ക്ലോസ്ലി ഫോളോ ദിസ്. അത് ഫോളോ ചെയ്ത് പോയാൽ മതി. അപ്പോൾ അതാണ് ഇന്നത്തെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വാർത്ത. ആൻഡ് അഗെയിൻ കേരളത്തിൽ പിന്നെയും ട്രെയിൻ റിലേറ്റഡ് ആയിട്ടുള്ളൊരു സംഭവം വന്നിരിക്കുകയാണ്. ഇപ്രാവശ്യം ട്രെയിൻ ഷൊർണൂർ ഭാരതപ്പുഴയെ വെച്ചിട്ട് വാർത്തയിൽ വളരെ പോപ്പുലറായ ഇതാണ്. കേരള എക്സ്പ്രസ് ഓൾറെഡി കുറച്ച് ആൾക്കാരെ ഇടിച്ചു, കുറച്ച് ആൾക്കാരെ ഒരാൾ വെള്ളത്തിൽ പോയി. അപ്പോൾ ട്രെയിൻ റിലേറ്റഡ് ആക്സിഡൻസ് അല്ലെങ്കിൽ ട്രെയിനിൻ്റെ അറ്റാക്കും ഹിറ്റും പിന്നെയും വാർത്ത വരികയാണ്. സോ ഇതൊരു വാർത്ത തന്നെയാണ്, നാഷണൽ ന്യൂസിൽ വന്നിരിക്കുന്ന ഒരു വാർത്ത തന്നെയാണ്. പിന്നെ അടുത്ത പ്രധാനപ്പെട്ട ഒരു വാർത്ത എന്ന് പറയുന്നത് യു ക്യാൻ ആക്ച്വലി ടേക്ക് എ ലുക്ക് അറ്റ് ദി ഇന്തോനേഷ്യൻ പ്രസിഡന്റ് മേ ബി റിപ്പബ്ലിക് ഡേ ചോയ്സ്. നമ്മുടെ റിപ്പബ്ലിക് ഡേ ചോയ്സ് വരുന്ന സമയത്ത് നമ്മൾ ഇന്തോനേഷ്യൻ പ്രസിഡന്റിനെ ചീഫ് ഗസ്റ്റ് ആയിട്ട് വിളിക്കാൻ ഒരു പ്ലാൻ ഉണ്ട് എന്ന് പറയുന്ന ഒരു കാര്യം ഇവിടെ ഓൾറെഡി ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഇതിനകത്ത് വേറൊരു ഇമ്പോർട്ടൻറ്റ് കാര്യം കൂടെ ഉണ്ട്. സോ വെൻ യു കോൾ ഇന്തോനേഷ്യൻ പ്രസിഡന്റിനെ നമ്മൾ റിപ്പബ്ലിക് ഡേ പരേഡിന് ഗസ്റ്റ് ആയിട്ട് വിളിക്കുമ്പോൾ ദാറ്റ് ഓൾസോ ബ്രിങ്സസ് നമ്മുടെ ആദ്യത്തെ റിപ്പബ്ലിക് ഡേ പരേഡ് ആയിട്ടുള്ള 1950 അന്നത്തെ ഇന്തോനേഷ്യൻ പ്രസിഡന്റ്, അന്നത്തെ ഫസ്റ്റ് ഇന്തോനേഷ്യൻ പ്രസിഡന്റ് ആയ സുകർണോനെ നമ്മൾ ചീഫ് ഗസ്റ്റ് ആയിട്ട് വിളിച്ചിരുന്നു. സോ ഓൾറെഡി ഇന്തോനേഷ്യൻ പ്രസിഡന്റ് ആയിരുന്നു നമ്മുടെ റിപ്പബ്ലിക് ഡേ 1950 ആദ്യത്തെ ചീഫ് ഗസ്റ്റ്. സോ അതുകൊണ്ട് നമ്മൾ അവരെ വിളിക്കും എന്നൊരു സംഭവം കൂടെ ഉണ്ട്. പിന്നെ ഇന്തോനേഷ്യനായിട്ട് നടക്കുന്ന വേറൊരു ഇമ്പോർട്ടൻറ്റ് ആസ്പെക്ട് കൊണ്ട് നമ്മൾ നാഷണൽ പേജിൽ പോകുമ്പോൾ പഠിക്കും. ഇറ്റ്സ് കോൾഡ് ദ ഗരുഡ് ശക്തി. ഇതൊക്കെ പ്രിലിംസിന് ചോദിക്കാവുന്ന ചോദ്യങ്ങളാണ്. എന്താണ് ഈ ദ കോൺസെപ്റ്റ് ഓഫ് ഗരുഡ് ശക്തി എന്താണ് എന്നൊക്കെ ഉള്ളതും കൂടെ നമുക്ക് ഡിസ്കസ് ചെയ്യേണ്ടി വരും. ഓക്കെ, സോ ഹാവ് എൻ ഐഡിയ ദിസ്. നമുക്ക് ഇന്തോനേഷ്യനെ ഒരാളെ വിളിക്കുമ്പോൾ വി ഓൾറെഡി ഹാവ് എ വെരി ഗുഡ് പ്രസിഡന്റ്, എ ഹിസ്റ്റോറിക്കൽ മൊമെന്റ് വെൻ ദേ വർ പാർട്ട് ഓഫ് അവർ ഫസ്റ്റ് റിപ്പബ്ലിക് ഡേ സെലിബ്രേഷൻ. പിന്നെ കേരളത്തിൻ്റെ ഒരു നല്ല ബ്യൂട്ടിഫുൾ ഫോട്ടോ എടുത്ത് വെച്ചിട്ടുണ്ട് കുട്ടികളെല്ലാം കളിക്കുന്ന കേരള സ്റ്റേറ്റ് സ്കൂൾ സ്പോർട്സിൻ്റെ. ഇനി അടുത്തത് പ്രധാനപ്പെട്ട ഒരു ഡിസ്കഷൻ പോയിന്റ് വരുന്നത് എന്താണെന്ന് വെച്ചാൽ 1 year extension for commission studying SC tag for all Dalit converts. ഇന്ത്യയിൽ റിസർവേഷൻ കൊടുക്കുന്ന സമയത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് ആരാണ് ഷെഡ്യൂൾ കാസ്റ്റ്, ആരാണ് SC അല്ലെങ്കിൽ ആരാണ് ST കമ്മ്യൂണിറ്റി എന്നുള്ളത് ഡിറ്റർമൈൻ ചെയ്യാന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സോ കഴിഞ്ഞ കുറേ നാളായിട്ട് ഓൾറെഡി ഒരു ഡിസ്കഷനും ഡിബേറ്റും ഉണ്ട്. അതായത് ഓൾറെഡി SC ആയിട്ടുള്ള, അതായത് ഷെഡ്യൂൾ കാസ്റ്റ് ആയിട്ടുള്ള സിഖ്, ലൈക്ക് ഓൾറെഡി ഇപ്പോൾ സിഖുകൾക്കും അല്ലെങ്കിൽ ബുദ്ധിസ്റ്റുകൾക്കും ഷെഡ്യൂൾ കാസ്റ്റ് എന്ന ടാഗ് ബാധകമാണ് എന്ന് നിയമം പറയുന്നുണ്ട്. ഈ ഷെഡ്യൂൾ കാസ്റ്റിൽ നിന്നും ഓൾറെഡി ക്രിസ്ത്യാനിറ്റിയിലേക്കോ അല്ലെങ്കിൽ ഇസ്ലാമിലേക്കോ മൈഗ്രേറ്റ് ചെയ്ത് കൺവേർട്ട് ചെയ്ത ആൾക്കാരും കഴിഞ്ഞ കുറേ നാളുകളായിട്ട് അവർക്കും ഷെഡ്യൂൾ കാസ്റ്റ് സ്റ്റാറ്റസ് അവർ ചോദിക്കുന്നുണ്ട്. They are asking for a schedule caste
മുസ്ലിം സ്റ്റാറ്റസ് അല്ലെങ്കിൽ ഷെഡ്യൂൾ കാസ്റ്റ് ക്രിസ്ത്യൻ സ്റ്റാറ്റസ് ചോദിക്കുന്നുണ്ട്, പക്ഷേ ഗവൺമെൻറ് കൊടുക്കുന്നില്ല. ഇതിനു വേണ്ടി സുപ്രീം ഓൾറെഡി ഒരു വലിയൊരു കമ്മിറ്റി, സെൻട്രൽ ഗവൺമെൻറ് ഒരു ഇൻക്വയറി കമ്മീഷൻ വെച്ചിട്ടുണ്ട്. ആൻഡ് ഇൻക്വയറി കമ്മീഷൻ ഹെഡ് ചെയ്യുന്നത് പഴയ ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ ആണ്, ജസ്റ്റിസ് KG ബാലകൃഷ്ണനാണ് ഇത് ഹെഡ് ചെയ്യുന്നത്. അപ്പം അതിനു വേണ്ടിയുള്ള കുറേ കാര്യങ്ങൾ ഇതിനകത്ത് പറയുന്നുണ്ട്. 1950 തന്നെ സുപ്രീം കോർട്ട് ഓർഡർ 1950 തന്നെയുണ്ട്. According to the scheduled caste 1950 order, the commission is tasked with examining the possibility of granting SC status to Dalits who have converted to any other religion other than mentioned in the said order. ആ അതർ റിലീജിയൻ എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓൾറെഡി ഹിന്ദു, സിഖ് ആൻഡ് ബുദ്ധിസ്റ്റ് എന്ന ഫെയ്ത്ത് ആണ്. ഹിന്ദു, സിഖ്, ബുദ്ധിസ്റ്റ് അല്ലാത്ത ഫെയ്ത്തിൽ നിന്നും ഉള്ളവർക്ക് ഇത് കൊടുക്കണോ വേണ്ടയോ എക്സാമിൻ ചെയ്യാൻ വേണ്ടിയാണ് ഇത് കൊടുക്കുന്നത്. സോ ഐ തിങ്ക് വാട്ട് ഈസ് യുവർ ഒപ്പീനിയൻ? ഇതൊരു വലിയൊരു കോൺസ്റ്റിറ്റ്യൂഷണൽ ഡിബേറ്റ് തന്നെയാണ്. ഓൾറെഡി SC ആയിട്ടുള്ള ആൾ അടുത്ത റിലീജിയനിലേക്ക് പോകുമ്പോൾ SC മുസ്ലിം, SC ക്രിസ്ത്യനായിട്ട് കൊടുക്കാൻ പറ്റുമോ എന്ന് ചോദിക്കുന്നുണ്ട്. സോ ഇതിൽ പറയുന്ന ഒരു പ്രധാന ആർഗ്യുമെന്റ് ഇതാണ്, ക്രിസ്ത്യാനിറ്റിയും ഇസ്ലാമും ഇന്ത്യൻ റിലീജിയൻ അല്ല എന്ന് ഇവിടെ ഒരു ഡിബേറ്റ് അവർ പറയുന്നുണ്ട്. അതെല്ലാം ഫോറിൻ ഒറിജിനുള്ള ഡിബേറ്റ് ആണ്. സോ ഇതൊരു ഡിബേറ്റ് തന്നെ ആയിരിക്കും. സോ ഇന്ന് വരും ദിവസങ്ങളിൽ നമുക്കറിയാം എന്താണ് ഇതിൻ്റെ സ്ട്രാറ്റജി. നമുക്ക് വരുമ്പോൾ നമുക്ക് മനസ്സിലാക്കാം ഗവൺമെൻറ് എന്ത് തീരുമാനമാണ് എടുക്കുന്നത് നമുക്ക് ചെക്കൗട്ട് ചെയ്യേണ്ടി വരും. എഗെയിൻ ഇത് വേറൊന്നുമല്ല, LET നമ്മുടെ കമാൻഡർ കശ്മീരിൽ നടക്കുന്ന ഓപ്പറേഷൻസിനെ കുറിച്ച് തന്നെയാണ്. CRPF ഒരു സോൾജറിനെ ഹെൽപ്പ് ചെയ്യുന്ന ഫോട്ടോസും. സോ ലഷ്കർ-ഇ തോയ്ബ കമാൻഡേഴ്സിൻ്റെ പ്രശ്നം കശ്മീരിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ കുറേ നാളായിട്ട് ഇറ്റ്സ് നോട്ട് ഓൺലി ഇൻ എൻകൗണ്ടർ ഇൻ അനന്ത്നാഗ്, ഇറ്റ്സ് ഓൾറെഡി അനന്ത്നാഗ്, ബാരാമുള്ള, കുപ്വാര ആൻഡ് ഗാന്ദർബാലിലൊക്കെ നടന്ന അറ്റാക്കുകൾ. കഴിഞ്ഞ ഒരു മാസത്തിനുള്ളിൽ തന്നെ എന്തോരം മിലിറ്റന്റ് അറ്റാക്കാണ് കശ്മീരിൽ നടന്നതെന്നില്ല. സോ ദിസ് ബ്രിങ്സ് us എ വെരി ഇമ്പോർട്ടൻറ്റ് ടോപ്പിക് ഓഫ് ഹൗ ഫ്രജൈൽ കശ്മീർ ഇസ് ഫ്രം എ അഡ്മിനിസ്ട്രേഷൻ ആസ്പെക്റ്റിൽ. ഇപ്പോൾ ഇലക്ഷനൊക്കെ കഴിഞ്ഞ് നിൽക്കുകയാണ്, പക്ഷേ വളരെ ഡിഫിക്കൽട്ടിയിൽ നിൽക്കുകയാണ് ഇപ്പോഴും കശ്മീരിൻ്റെ ഒരു സിറ്റുവേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അത് മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഞാൻ ഈ ഒരു ആർട്ടിക്കിൾ എടുത്ത് പറഞ്ഞത്. ഇതേപോലത്തെ ആർട്ടിക്കിൾ വന്നുകൊണ്ടേയിരിക്കും. ഇനി അടുത്ത സ്റ്റേറ്റ് പേജിലേക്ക് പോകുന്ന സമയത്ത് ലെറ്റ്സ് ടേക്ക് എ ലുക്ക് അറ്റ് ദി അതർ ഇമ്പോർട്ടൻറ്റ് സ്റ്റേറ്റ് പേജ് ന്യൂസ് എന്ന് പറയുമ്പോൾ കർണാടക, ഇത് ഒരു ഇമ്പോർട്ടൻറ്റ് ആർട്ടിക്കിളും കൂടാണ്. കർണാടക CM directs official to withdraw notices issued to farmers. ഇത് ഫാർമേഴ്സിൻ്റെ മാത്രമല്ല, ഇത് വഖഫ് ബോർഡിൻ്റെയും കൂടെ പ്രധാനപ്പെട്ട ഒരു ആർട്ടിക്കിളും കൂടാണ്. ഇപ്പോൾ എന്തായാലും കുറേ കാലമായിട്ട് വഖഫ് ബോർഡിൻ്റെ ആർട്ടിക്കിൾസ് ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കുകയാണ്. സോ ദാറ്റ് ബ്രിങ്സ് us to a larger question. ഇവിടെ എന്ത് ആസ്പെക്റ്റിലാണ് വഖഫ് ബോർഡിൻ്റെ ഇത് വന്നിരിക്കുന്നതെന്ന് വെച്ചാൽ, ഇവിടെ ഓൾറെഡി ഒരു കൃഷി ചെയ്യുന്ന ഒരു അഗ്രികൾച്ചർ ലാൻഡ്, അഗ്രി ലാൻഡ് എന്ന് മനസ്സിലാക്കിയാൽ മതി. നന്നായി കൃഷി നടക്കുന്ന ഒരു ലാൻഡ് ഉണ്ട്. വഖഫ് ബോർഡ് പറയുന്നത് വഖഫ് ബോർഡ് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഓൾറെഡി ഈ ലാൻഡ് വഖഫ് ബോർഡിൻ്റെ ലാൻഡാണ്. സോ എത്രയും പെട്ടെന്ന് ഇവിടുത്തെ കൃഷിയും കാര്യങ്ങളൊക്കെ സ്റ്റോപ്പ് ചെയ്ത് വെച്ചിട്ട് എല്ലാം നിർത്തിക്കോളാൻ പറയുന്നുണ്ട്. അപ്പോൾ ഗവൺമെൻറ്, കർണാടക ചീഫ് മിനിസ്റ്റർ തന്നെ ഇത്തരം നോട്ടീസുകൾ കൊടുക്കാൻ പാടില്ല ഫാർമേഴ്സിന് എന്ന് പറഞ്ഞ രീതിയിൽ കൗണ്ടർ ബാക്ക് ചെയ്തു. വഖഫ് ബോർഡിനെതിരെ ചീഫ് മിനിസ്റ്റർ തന്നെ വാർത്ത കൊടുത്തിരിക്കുകയാണ്. സോ ദാറ്റ് ബ്രിങ്സ് us to an important question about എന്തായാലും വഖഫ് ബോർഡ് എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു ഒരു 2 ദിവസം കൂടുമ്പോഴെങ്കിലും ഒരു ദിവസമെങ്കിലും പേപ്പറിൽ വന്നുകൊണ്ടേയിരിക്കും വഖഫ് ബോർഡും വഖഫ് അമെൻമെൻറ്റ് എന്ന് പറയുന്ന ടോപ്പിക്ക്. സോ ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ് ദാറ്റ് യു ഫൈൻഡ് ഔട്ട് എന്താണ് വഖഫ് ബോർഡ്. നമ്മൾ തന്നെ ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുണ്ട് പല പ്രാവശ്യം എന്താണ് വഖഫ്. മുസ്ലിംസിൻ്റെ ലാൻഡ് അസറ്റും ഇത് റിലീജിയസ് പർപ്പസിനും ചാരിറ്റിക്കും വേണ്ടി കൊടുത്തിരിക്കുന്നതാണ്. അതിൽ അമെൻമെൻറ്റ് വരുമ്പോൾ ഇവർ ഏറ്റവും കൂടുതൽ വാദിക്കുന്ന ഒരു പോയിന്റ് എന്താണെന്ന് വെച്ചാൽ, ഗവൺമെൻറ് ഇപ്രാവശ്യം പുതിയ നിയമം വരുമ്പോൾ വഖഫ് ബോർഡിൽ ഗവൺമെൻറ് ഒരുപാട് കൂടുതൽ റോള് വഖഫ് ബോർഡിൽ എടുക്കുന്നുണ്ട്. വഖഫിനെക്കാട്ടും വേണ്ട രീതിയിൽ അത് ഡെലിവർ ചെയ്യുന്നില്ലെന്നാണ് ഇവരുടെ പരാതി. അപ്പോൾ ഈ ഒരു ലാൻഡിൻ്റെ പരാതി ഇവിടെ നമുക്കൊരു വാർത്തയായി വന്നതുകൊണ്ടാണ് ഞാനിവിടെ ഈ വാർത്ത ഷെയർ ചെയ്തത്. പിന്നെ അടുത്ത പ്രധാനപ്പെട്ട ഇതെന്ന് പറയുന്നത്, ഇതെല്ലാം ബാക്കിയെല്ലാം പൊളിറ്റിക്കൽ വാർത്തകളാണ്. പിന്നെ ഇതും ഒരു ഇറ്റ്സ് എ ഹാർട്ടനിങ് ന്യൂസ്. സൈക്ലോൺ ഡാന, ഒറീസയിലെ ഈ സൈക്ലോൺ ഇത് നടക്കുന്ന സമയത്തും ഏകദേശം ഇതൊരു വലിയ എത്തിക്കൽ ക്വസ്റ്റ്യനും കൂടാണ്. നമുക്ക് GS പേപ്പർ 4 എത്തിക്സ് പേപ്പറിലൊക്കെ നിങ്ങൾക്ക് എഴുതാൻ പറ്റുന്ന ഒരു ലെവലിലൊരു ആർട്ടിക്കിളാണിത്. കാരണം ഇതിനകത്ത് നമുക്ക് എടുക്കേണ്ട ഒരു ആസ്പെക്റ്റ് വളരെ സിമ്പിളാണ്. അത് കുറച്ചുകൂടെ ടച്ചിങ് ആയിട്ടൊരു ആസ്പെക്റ്റും കൂടാണ്. ഏകദേശം ഇങ്ങനത്തെ സൈക്ലോണൊക്കെ വരുന്ന സമയത്ത് നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് ആസ് എൻ ഓഫീസർ ഓൾസോ റീഹാബിലിറ്റേഷൻ മെഷേഴ്സ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. പക്ഷെ ഇവിടെ പറയുന്നത് ഇതേ റീഹാബിലിറ്റേഷൻ മെഷറിനെക്കാട്ടും കൂടുതൽ ഏകദേശം 1600 മദേഴ്സാണ് അവിടെ ആ സമയത്ത് ഇത്രയും വലിയ സൈക്ലോൺ നടക്കുന്ന സമയത്ത് റീഹാബിലിറ്റേഷൻ സമയത്തും പ്രഗ്നൻസി ഡ്യൂ ആയിട്ടിരിക്കുന്ന ലേഡീസ് ഉണ്ട്, അല്ലെങ്കിൽ സ്ത്രീകളുണ്ട്. അപ്പോൾ ഇവരുടെ ഡെലിവറി നടക്കുന്നത് എങ്ങനെയാണ്? ഇത്രയും ഡിഫിക്കൽട്ട് സിറ്റുവേഷനിൽ സൈക്ലോണും കാര്യങ്ങളും നടക്കുമ്പോൾ റീഹാബിലിറ്റേഷൻ ചെയ്ത സമയത്ത് എങ്ങനെയാണ് 1000+
ആൾക്കാർ ഡെലിവറി ഡ്യൂ ആയിട്ടിരിക്കുമ്പോൾ ഇത്രയും ആൾക്കാർ 10 ലക്ഷം ആൾക്കാരെ മാറ്റുമ്പോൾ എങ്ങനെ ഇവരുടെ ഡെലിവറി നടത്താം, എത്ര സേഫ് ആയിട്ട് തന്നെ ഡെലിവറി നടത്താം എന്നുള്ളത് ചെറിയൊരു കാര്യമല്ല. അതിൻ്റെ പ്ലാനിങ് ഇസ് സോ ഹ്യൂമങ്കസ് ആൻഡ് ബിഗ്. അപ്പോൾ ആ പ്ലാനിങ് എങ്ങനെ നടപ്പിലാക്കി എന്നാണ് പറയുന്നത്. എല്ലാവരുടെയും സപ്പോർട്ടുണ്ട് ഇതിനകത്ത്. ആശാ വർക്കേഴ്സും അതിൽ പറയുന്നുണ്ട്, അവിടുത്തെ ലോക്കലായിട്ടുള്ള ആശാ വർക്കേഴ്സ് മാത്രമല്ല, അവിടുത്തെ ഓക്സിലറി ANM, ഓക്സിലറി നഴ്സിംഗ് ആൻഡ് മിഡ് വൈഫറി, അംഗൻവാടി വർക്കേഴ്സ് എല്ലാവരും ഒരുപാട് റോള് വഹിച്ചിട്ടുണ്ട്. സോ ദിസ് ബ്രിങ്സ് ഇതൊക്കെ ആൻസറിൽ എഴുതുമ്പോൾ എങ്ങനെയാണെന്ന് വെച്ചാൽ യു ഷുഡ് റൈറ്റ് ദ പാർട്ടിസിപ്പേഷൻ ഓഫ് ഗ്രാസ് റൂട്ട് ലെവൽ പീപ്പിൾ. ഇങ്ങനെയാണ് നമ്മൾ മെയിൻസിൽ ആൻസർ എഴുതുന്നത്. ഗ്രാസ് റൂട്ട് ലെവൽ ആൾക്കാരുടെ പാർട്ടിസിപ്പേഷൻ ഹാസ് ബീൻ എൻഷുർഡ്. അപ്പോൾ 34,080 പ്രഗ്നന്റ് ലേഡീസ് ആണ് ഉണ്ടായിരുന്നത്. സോ ഇറ്റ്സ് നോട്ട് എൻ ഈസി ടാസ്ക്. ഇതൊരു എത്തിക്കൽ ക്വസ്റ്റ്യൻ ആയിട്ട്, എത്തിക്സിന്റെ ക്വസ്റ്റ്യൻ ആയിട്ട് നമുക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് എഴുതാവുന്നതുമാണ്. അതുകൊണ്ടാണ് ഞാനിത് കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് ഞാനിത് ഷെയർ ചെയ്തത്. പിന്നെ ക്ലാസിഫൈഡ്സും മറ്റു കാര്യങ്ങളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ പ്രധാനപ്പെട്ട സ്റ്റേറ്റ് വാർത്തകൾ നോക്കുമ്പോൾ തന്നെ പിന്നെയും പഞ്ചാബിൽ സ്റ്റബിൾ ബേണിംഗ് നടന്നുകൊണ്ടേയിരിക്കുകയാണ്. 379 കേസസ് ഓഫ് ഫാം ഫയർസ് റെക്കോർഡഡ് ഇൻ പഞ്ചാബ്. ഇത് നമ്മൾ ഓൾറെഡി ഈ വീക്കിലത്തെ കറണ്ട് അഫയേഴ്സ് ക്ലാസ്സിൽ വളരെ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചതാണ്. എന്താണ് സ്റ്റബിൾ ബേണിംഗ്, എന്തിനാണ് അവിടുത്തെ ഫാമേഴ്സ് സ്റ്റബിൾ ബേൺ ചെയ്യുന്നത്, എന്താണ് അവർ നേടുന്നത്, ഈ സ്റ്റബിൾ ബേൺ ചെയ്യുന്നതുകൊണ്ട് എന്ത് ഗുണമാണ് അവർക്ക് കിട്ടുന്നത്, ഇതിൻ്റെ നെഗറ്റീവ്സ് എന്താണ്, പോസിറ്റീവ്സ് എന്താണ്, എന്തൊക്കെ ഓൾട്ടർനേറ്റ്സ് ഉണ്ട്. ഈ കോണ്ടെക്സ്റ്റിൽ ഞാൻ ഓൾറെഡി നമ്മളൊന്ന് ഡിസ്കസ് ചെയ്ത കുറേ കോൺസെപ്റ്റ്സ് ഉണ്ട്. എന്താണ് ഹാപ്പി സീഡർ, അതേപോലെ ബയോ കമ്പോസേഴ്സ്, എന്താണ് ബയോ ഡീകമ്പോസേഴ്സ്, അതേപോലത്തെ ഒരുപാട് ഓൾട്ടർനേറ്റ്സും കൂടെ നമ്മളൊന്ന് ഡിസ്കസ് ചെയ്തതാണ്. അപ്പോൾ ഇത് നിങ്ങൾക്ക് ഓൾറെഡി നമ്മുടെ ക്ലാസ്സിലുണ്ട്. നമ്മുടെ IAS ഫാക്ടറിൻ്റെ ആപ്പ് ഡൗൺലോഡ് ചെയ്ത് നിങ്ങൾക്ക് ആ ക്ലാസ് കറണ്ട് അഫയേഴ്സിൻ്റെ കാണാൻ പറ്റുന്നതാണ്. സോ ഇതും ഇനിയും കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എന്താണ് സ്റ്റബിൾ ബേണിംഗ് എന്ന് ഓൾറെഡി ഞാൻ പറഞ്ഞു കഴിഞ്ഞതാണ്. എങ്ങനെയാണ് അത് എൻവയോൺമെൻറ്റിനെ പൊല്യൂട്ട് ചെയ്യുന്നതെന്നൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. പിന്നെ പ്രധാനപ്പെട്ട ഹവാല കേസും മറ്റു കാര്യങ്ങളെല്ലാം നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഒരു നാഷണൽ ന്യൂസ് എന്ന രീതിയിൽ യു ഷുഡ് നോ ദിസ് കോൺസെപ്റ്റ് ഓഫ്, നമ്മൾ ഇടയ്ക്കിടയ്ക്ക് പറയുന്നുണ്ട് വാട്ട് ഇസ് പോലവാരം ഡാം എന്ന് പറയുമ്പോൾ വാട്ട് എക്സാക്ട്ലി ഇസ് ദിസ് പോലവാരം ഡാം എന്നതിനെ കുറിച്ചിട്ടൊരു കൃത്യമായ ധാരണ വേണം. അത് ഏത് നദിയുടെ തീരത്താണെന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാലും യു ഷുഡ് ഹാവ് എ വെരി ക്ലിയർ കട്ട് ഐഡിയ. പോലവാരം ഡാം ഇസ് ആക്ച്വലി അണ്ടർ കൺസ്ട്രക്ഷൻ ആൻഡ് ഇറ്റ് ഇസ് എ വെരി ഇമ്പോർട്ടൻറ്റ് പോർഷൻ അണ്ടർ ദ ഗോദാവരി റിവർ. ആന്ധ്രാപ്രദേശിലെ ഗോദാവരി റിവറിലാണ് ഇത് ഡിസ്കഷൻ വരുന്നത്. സോ അതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇതൊരു ഓൾറെഡി ഒരു ഡാം എന്ന് പറയുമ്പോൾ എർത്ത് കം റോക്ക് ഫിൽ ഡാം ആണത്. ഇത് ഓൾറെഡി ഒരു എർത്ത് കം റോക്ക് ഫിൽ ഡാം ആണത്. എന്ത് ടൈപ്പ് ഓഫ് ഡാം ആണെന്നുള്ളത്. സോ പോലവാരം പ്രൊജക്റ്റ് എന്ന് പറയുമ്പോൾ ഗോദാവരി റിവർ എന്തായാലും നിങ്ങൾ ഓർത്ത് വെക്കണം. സോ പ്രിലിംസിന് ചോദിക്കാവുന്ന ഒരു ഏരിയ ആണ്. അതുകൊണ്ടാണ് ഞാൻ അത് എടുത്തു പറഞ്ഞത്. പിന്നെ പ്രധാനപ്പെട്ട കാര്യം നാഗാർജുന സാഗർ ടു ശ്രീശൈലം. ഇതൊരു സ്റ്റേറ്റ് ന്യൂസ് ആണ്. ഇതൊരു ക്രൂസാണ്. ഇപ്പോൾ നമുക്കിത് കേരളത്തിൽ കൊച്ചിയിലും ഇങ്ങനത്തെ ക്രൂസ് ഉണ്ട്. സോ നാഗാർജുന സാഗർ ആൻഡ് ശ്രീശൈലം 7 hour ക്രൂസാണത്. സോ ഇതിൽ അതിൻ്റെ ലൊക്കേഷനെക്കാട്ടും കൂടുതൽ പോയിന്റ്സ് ഇതിനകത്ത് നമുക്ക് എടുക്കാനില്ല. അതാണ് ഇതിനകത്ത് മെയിനായിട്ട് വന്ന കാര്യം. ആൻഡ് ക്വിക്ക്ലി മൂവിങ് ഓൺ ടു നാഷണൽ ന്യൂസ്. കാനഡയുടെ ന്യൂസ് കഴിഞ്ഞു, റെയിൽവേയുടെ ആക്സിഡൻറ്റ് കഴിഞ്ഞു. യു ക്യാൻ ടേക്ക് എ ലുക്ക് അറ്റ് ദിസ് ആർട്ടിക്കിൾ. ഇവിടെ പ്രധാനമായിട്ട് ഇന്തോനേഷ്യൻ പ്രസിഡന്റ് മേ ബി ദ റിപ്പബ്ലിക് ഡേ ചോയ്സ് നമ്മൾ ഓൾറെഡി സംസാരിച്ചിട്ടുണ്ട്. ഇതിൽ നമ്മൾ പറയുന്നുണ്ട് ദിസ് ഇസ് ദ കോൺസെപ്റ്റ് ഓഫ് ഗരുഡ് ശക്തി 2024. എന്താണ് ഈ ഗരുഡ് ശക്തി എന്നുള്ളത് ഇവിടെ എടുത്തു പറയുന്നുണ്ട്. സോ യു ഷുഡ് വെരി ക്ലിയർലി നോ എന്താണ് ഈ ഗരുഡ് ശക്തി എന്ന് പറയുന്നത്. ഇന്ത്യൻ ആർമി കണ്ടിൻജന്റ് ഇന്തോനേഷ്യയും ഇന്ത്യയും തമ്മിലുള്ള 9th എഡിഷൻ ഓഫ് ജോയിന്റ് സ്പെഷ്യൽ ഫോഴ്സസ് ട്രെയിനിങ് ആണ് ഗരുഡ് ശക്തി 2024 എന്നുള്ളത്. പിന്നെ നമ്മുടെ റിപ്പബ്ലിക് ഡേയുടെ ഇതും കൂടെ പറഞ്ഞു. ഇന്തോനേഷ്യയുടെ ആദ്യത്തെ പ്രസിഡന്റായ സുകർണോ ആണ് ഇന്ത്യയിലെ റിപ്പബ്ലിക് ഡേ പരേഡ് 1950 ആദ്യത്തെ ഗസ്റ്റ് ആയിരുന്നത്. സോ ദാറ്റ് ഡെഫിനറ്റ്ലി മേക്സ് ഇന്തോനേഷ്യ വെരി സ്പെഷ്യൽ ഫോർ അവർ റിപ്പബ്ലിക് ഡേ. അതുകൊണ്ട് നമ്മൾ അവരെ ഇൻവൈറ്റ് ചെയ്യാൻ ചാൻസ് ഉണ്ട് എന്നുള്ളതാണ് ഇവിടെ ഷെയർ ചെയ്യുന്ന വാർത്ത. സോ നിങ്ങൾക്കൊരു പെർസ്പെക്റ്റീവ് ഇതിൽ കിട്ടിയെന്ന് വിചാരിക്കുന്നു. പിന്നെ അടുത്തത് പൊളിറ്റിക്കൽ വാർത്തകൾ മാറ്റിക്കഴിഞ്ഞാൽ ഹിയർ വി കം എ വെരി ഇമ്പോർട്ടൻറ്റ് കോൺസെപ്റ്റ് ഹിയർ. എന്താണ് സെൻഡായി ഫ്രെയിം വർക്ക്? ദിസ് ക്യാൻ ബി എ വെരി ഇമ്പോർട്ടൻറ്റ് പ്രിലിംസ് ക്വസ്റ്റ്യൻ ചോദിക്കാവുന്നതാണ്. കൺസിഡർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് റിഗാർഡിംഗ് സെൻഡായി ഫ്രെയിം വർക്ക് എന്ന് പറയുമ്പോൾ വേറെ ഒന്നും മനസ്സിലാക്കേണ്ടത്. യു ഷുഡ് നോ വാട്ട് ഇസ് ദ കോൺസെപ്റ്റ് ഓഫ് DRR. എല്ലാവരും പറയുന്ന ഈ DRR എന്താണെന്ന് മനസ്സിലാക്കണം. ദിസ് ഇസ് നത്തിങ് ബട്ട് ഡിസാസ്റ്റർ റിസ്ക് റിഡക്ഷൻ. എങ്ങനെ നമുക്കിനി വരാൻ പോകുന്ന ഡിസാസ്റ്റേഴ്സ് കുറയ്ക്കാം, ഡിസാസ്റ്റേഴ്സായിട്ട് ബന്ധപ്പെട്ട മരണങ്ങൾ കുറയ്ക്കാം, ഡിസാസ്റ്റേഴ്സായിട്ട് ബന്ധപ്പെട്ട ഡെത്ത് കുറയ്ക്കാം. അപ്പോൾ ഇങ്ങനത്തെ കോൺസെപ്റ്റാണ് DRR അല്ലെങ്കിൽ ഡിസാസ്റ്റർ റിസ്ക് റിഡക്ഷൻ. 2015 തുടങ്ങി സ്റ്റാർട്ട് ചെയ്ത് 2015 മുതൽ 2030
നമുക്ക് ഒരുപാട് ഡിസാസ്റ്റേഴ്സ് റെഡ്യൂസ് ചെയ്യേണ്ടതായിട്ടുണ്ട് എന്നാണ് പറയുന്നത്. അപ്പോൾ ഇതിനകത്ത് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ അതിനകത്ത് കാണാൻ പറ്റും G20യുടെ DRR ആണ് ഇവിടെ നടന്നത്. G20 DRR ആണ് നടന്നത്. G20യുടെ ഭാഗമായിട്ട് നടന്ന DRR ആണ്. സോ ഇതിനകത്ത് കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. അഡോപ്റ്റഡ് ഇൻ 2015, അതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. 2015 വന്നു. സബ്സ്റ്റാൻഷ്യൽ റിഡക്ഷൻ ഓഫ് ഡിസാസ്റ്റർ റിസ്ക് ലോസസ് ഇൻ ലൈഫ്സ്, ലൈവ്ലിഹുഡ്സ് ആൻഡ് ഹെൽത്ത് ഇൻ എക്കണോമിക്, ഫിസിക്കൽ, സോഷ്യൽ, കൾച്ചറൽ, എൻവയോൺമെന്റ് അസറ്റ്സ്. ഇത് കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട്. അപ്പോൾ ഇതന്നെയാണ് ഞാൻ പറഞ്ഞത്. സെൻഡായി ഫ്രെയിംവർക്ക് എന്ന് പറയുമ്പോൾ ഒരു UN അഡോപ്റ്റഡ് ഫ്രെയിംവർക്കും കൂടാണ്. ചോദ്യം ചോദിക്കാം, വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ് ആർ കറക്റ്റ് റിഗാർഡിംഗ് സെൻഡായി ഫ്രെയിംവർക്ക് എന്ന് പറയുമ്പോൾ UN റിലേറ്റഡ് ആണ്. 2015 ഡിസാസ്റ്റേഴ്സിന്റെ റിസ്ക് കൊണ്ടുവരണം, അല്ലെങ്കിൽ ലൈഫ്, ജീവൻ നഷ്ടപ്പെടുന്ന കാര്യങ്ങൾ മാത്രമല്ല, ലൈവ്ലിഹുഡ്, ഹെൽത്ത്, എല്ലാ കാര്യങ്ങളിലും ബെറ്റർമെന്റ് വരണം എന്നാണ് ഇവിടെ പറയുന്നത്. സോ സെൻഡായി ഫ്രെയിംവർക്ക് ഉറപ്പായിട്ടും നമുക്ക് ഇവിടെ ഓർത്ത് വെക്കണം. സോ ദാറ്റ് ഇസ് സംതിങ് വെരി ഇമ്പോർട്ടൻറ്റ് കോൺസെപ്റ്റ് ഇൻ ദിസ്. സോ ഇന്ത്യ സെൻഡായി. ഇനി ഒരു കാര്യം കൂടെ ഉണ്ട്. ഈ ന്യൂസ് വായിക്കുമ്പോൾ ഐ തോട്ട് ഐ ഓൾസോ എക്സ്പ്ലെയിൻ വൺ മോർ വെരി ഇമ്പോർട്ടൻറ്റ് കോൺസെപ്റ്റ് ഹിയർ. ആൻഡ് ഇതിൽ പറയുന്ന കുറേ കാര്യങ്ങളുണ്ട്. ഓൾറെഡി സെൻഡായിക്ക് തന്നെ ഏതാണ്ട് 7 ടാർഗറ്റ്സോളം ഉണ്ട്. സെൻഡായി ടാർഗറ്റ്സിന് അല്ലാതെ തന്നെ സെൻഡായി ഫ്രെയിംവർക്കിന് 7 ടാർഗറ്റ് ഉണ്ട്. ഇത് കൂടാണ്ട് 5 ടാർഗറ്റ് ഇവിടെ ഇന്ത്യ പറയുന്ന ഓൺ ദ ബേസിസ് ഓഫ് ദ 5 പ്രയോറിറ്റീസ്. ഇന്ത്യ G20 DRRൽ 5 പ്രയോറിറ്റീസ് ഉണ്ട്. ഇവിടെ 5 പ്രയോറിറ്റി പറയുന്നുണ്ട്. ആ 5 പ്രയോറിറ്റി ഏതാണെന്നും കൂടെ നമുക്ക് മനസ്സിലാക്കണം. 1, നല്ലൊരു ഏർലി വാർണിംഗ് സിസ്റ്റം വേണം. 2, ഡിസാസ്റ്റർ റെസിലിയന്റ് ഇൻഫ്രാസ്ട്രക്ചർ വേണം. ഡിസാസ്റ്റർ റിസ്ക് റിഡക്ഷൻ ഫിനാൻസിങ് വേണം. റെസിലിയന്റ് റിക്കവറി വേണം. നേച്ചർ ബേസ്ഡ് സൊല്യൂഷൻസ് വേണം. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇതിൽ ഓരോ കാര്യം വേണമെങ്കിൽ ഒരു ചോദ്യമായിട്ട് മെയിൻസിന് ചോദിക്കാവുന്നതാണ്. ഇതിൽ ഏർലി വാർണിംഗ് സിസ്റ്റം നിങ്ങൾക്ക് വേണമെന്നറിയാം. ഇന്ത്യക്ക് നല്ല ഏർലി വാർണിംഗ് സിസ്റ്റം വേണം, എന്നാലേ നമുക്ക് പ്രിഡിക്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ആൻഡ് വാട്ട് എക്സാക്ട്ലി ഇസ് ദിസ് കോൺസെപ്റ്റ് ഓഫ് ഡിസാസ്റ്റർ റെസിലിയന്റ് ഇൻഫ്രാസ്ട്രക്ചർ? ഡിസാസ്റ്ററിന് ചെറുത്ത് നിൽക്കാൻ പറ്റുന്ന ഇൻഫ്രാസ്ട്രക്ചർ ഉണ്ടോ? അതേപോലെ എന്താണ് ഡിസാസ്റ്റർ റിസ്ക് റിഡക്ഷൻ ഫിനാൻസിങ്, റെസിലിയന്റ് റിക്കവറി, വളരെ സ്ട്രോങ് ആയിട്ട് റെസിലിയന്റ് ആയിട്ടൊരു റിക്കവറി, ആൻഡ് നേച്ചർ ബേസ്ഡ് സൊല്യൂഷൻ. ഇത്രയും കാര്യങ്ങളാണ് ഇവിടെ പറയുന്നത്. ഇനി ഒരു കോൺസെപ്റ്റോടെ ഷെയർ ചെയ്യാനുണ്ട്. ദേ പാർട്ടിസിപ്പേറ്റഡ് ഇൻ എ ട്രോയ്ക്ക മീറ്റിംഗ്. So this brings to a larger question, what is this Troika meeting? ഇതെന്താണ് ഈ ട്രോയ്ക്ക എന്ന് ഉദ്ദേശിക്കുന്നത്? 3-4 രാജ്യങ്ങൾ ഒരുമിച്ചിരുന്ന്, രണ്ടിന് മുകളിൽ 3 രാജ്യങ്ങളൊക്കെ ഒരുമിച്ചിരുന്ന് ചർച്ച ചെയ്യുന്ന ഒരു പ്രോഗ്രാമാണ്, അല്ലെങ്കിൽ ഒരു മീറ്റിംഗ് ആണ് ഈ ട്രോയ്ക്ക മീറ്റിംഗ് എന്ന് ഉദ്ദേശിക്കുന്നത്. ഈ മനസ്സിലായെന്ന് വിചാരിക്കുന്നത്. പാർട്ടിസിപ്പേറ്റ് ഇൻ ട്രോയ്ക്ക മീറ്റിംഗ് എന്ന് പറയുമ്പോൾ 3 രാജ്യങ്ങൾ അല്ലെങ്കിൽ മൾട്ടിപ്പിൾ രാജ്യങ്ങൾ ഒരുമിച്ചിരുന്ന് ചർച്ച ചെയ്യുന്നതാണ്. ഏറ്റവും ഫേമസ് ട്രോയ്ക്ക എന്ന് പറയുന്നത് G20യുടെ ട്രോയ്ക്കയാണ്. ഇതിനൊരു പ്രത്യേകതയുണ്ട്. G20 ട്രോയ്ക്ക എന്ന് ഉദ്ദേശിക്കുമ്പോൾ G20 സമ്മിറ്റിന്റെ അടുത്ത 3 പ്രസിഡൻസി, ഇന്ത്യ G20 പ്രസിഡന്റ് ആയിരുന്നു. അപ്പോൾ അടുത്ത 3 പ്രസിഡൻസി ആരൊക്കെയാണ് ഹോൾഡ് ചെയ്യുന്നത്? G20 പ്രസിഡൻസി വരാൻ പോകുന്ന രാജ്യങ്ങൾ തമ്മിലുള്ള ധാരണയാണ് G20 ട്രോയ്ക്ക എന്ന് ഉദ്ദേശിക്കുമ്പോൾ 3 രാജ്യങ്ങൾ തമ്മിലുള്ള, അല്ലെങ്കിൽ മുകളിലുള്ള രാജ്യങ്ങൾ തമ്മിലുള്ള ചർച്ചയാണ് ട്രോയ്ക്ക എന്ന് കാണുമ്പോൾ. സോ നെക്സ്റ്റ് ടൈം when you see a news called Troika, you should have a very good idea about എന്താണ് ട്രോയ്ക്ക എന്ന് നമുക്ക് നന്നായിട്ട് അറിഞ്ഞിരിക്കാൻ പറ്റണം. അതുകൊണ്ടാണ് ഞാനിവിടെ അത്രയും കാര്യം ഇവിടെ മെൻഷൻ ചെയ്തത്. സോ ലെറ്റ്സ് മൂവ് ഓൺ ടു ദി അതർ ഇമ്പോർട്ടൻറ്റ്. ഇതെല്ലാം പൊളിറ്റിക്കൽ വാർത്തകൾ മാറ്റിക്കഴിഞ്ഞാൽ ബാക്കിയെല്ലാം ഓൾമോസ്റ്റ് പൊളിറ്റിക്കൽ വാർത്തകൾ പോലെയാണ്. പിന്നെ അടുത്ത ഫുൾ പേജ് ഇലക്ഷൻ്റെ വാർത്തയായതുകൊണ്ട് ഈ ഒരു നാഷണൽ പേജ് മൊത്തം ഇലക്ഷനിൽ പോയി. അല്ലാതെ ഇഷ്ടംപോലെ വാർത്തകൾ ഡിസ്കസ് ചെയ്യണം. അതാണ് ഞാൻ വളരെ ക്വിക്കായിട്ട് തന്നെ പോകുന്നത്. ഇനി അടുത്തത് മിസോറാമിൽ സ്പെഷ്യൽ റേഷൻ കാർഡ് വന്നിരിക്കുകയാണ്. സോ ദാറ്റ് ബ്രിങ്സ് അസ് ടു എ സ്പെഷ്യൽ റേഷൻ കാർഡ്. അതായത് പല കളറിലുള്ള റേഷൻ കാർഡ് മിസോറാം ഗവൺമെൻറ് കൊണ്ടുവന്നിരിക്കുന്നതാണ്. പല ആൾക്കാരെ കാറ്റഗറൈസ് ചെയ്യാൻ വേണ്ടിയാണ് കൊണ്ടുവന്നിരിക്കുന്നത്. സോ ഇതിലെടുത്ത് പറയുന്നുണ്ട് സ്പെഷ്യൽ റേഷൻ കാർഡ്സ് ഫോർ NF, അതായത് നാഷണൽ ഫുഡ് സെക്യൂരിറ്റി ആക്ടിൽ കവർ ചെയ്യപ്പെടാത്തവർക്ക്, ലോ ഇൻകം കാറ്റഗറിക്ക് ഉള്ളവർക്ക് സെപ്പറേറ്റ് റേഷൻ കാർഡ് കൊണ്ടുവരാൻ പോകുന്നുണ്ട്. ഇതിൻ്റെ കളർ കാറ്റഗറി കൃത്യമായിട്ട് പറയുന്നുണ്ട്. റെഡ് എന്ന് പറയുന്നത് നാഷണൽ ഫുഡ് സെക്യൂരിറ്റി ആക്ടിൽ ഇതിനകത്ത് ആകെ 2-3 കാർഡേ പറയുന്നുള്ളൂ. പക്ഷെ മൊത്തത്തിൽ മനസ്സിലാക്കുക, റെഡ് എന്ന് ഉദ്ദേശിക്കുന്നത് NFSAയിൽ കവർ ചെയ്യാത്ത ഇൻഡിവിജ്വൽസിനാണ്. NFSAയിൽ കവർ ചെയ്യാത്ത ഇൻഡിവിജ്വൽസിന് വേണ്ടിയാണ് കൊടുക്കുന്നത്. ഇനി യെല്ലോ എന്ന് പറഞ്ഞൊരു കാർഡുണ്ട്. യെല്ലോ എന്ന് പറയുന്നത് ആരൊക്കെയാണോ AAY അന്ത്യോദയ അന്ന യോജനയിൽ അംഗങ്ങൾ, അല്ലെങ്കിൽ അതിൽ കവർ ചെയ്യപ്പെടാത്ത ആൾക്കാർക്ക് യെല്ലോ കാർഡ് കൊടുക്കുന്നുണ്ട്. അതേപോലെ വൈറ്റ് കൊടുക്കുന്നുണ്ട്. വൈറ്റ് എന്നതും NFSA കവർ ചെയ്യാത്ത ഫാമിലിയാണ്, ഇൻഡിവിജ്വൽ അല്ല. NFSAയിൽ നാഷണൽ ഫുഡ് സെക്യൂരിറ്റി ആക്ടിൽ കവർ ചെയ്യാത്ത ഫാമിലീസിനെയാണ് ഇതിൽ കൊണ്ടുവന്നിരിക്കുന്നത്. സോ വെൽ ദ ബ്ലൂ കാർഡ് ഹോൾഡേഴ്സ്, ബ്ലൂ കാർഡും ഉണ്ട്. ബ്ലൂ എന്ന് പറയുന്നത് പ്രയോറിറ്റി ഹൗസ് ഹോൾഡ്സ് ആണ്. പ്രയോറിറ്റി ഹൗസ് ഹോൾഡ് ആണ്.
അപ്പോൾ ഇത്രയും കാര്യം മനസ്സിലായെന്ന് വിചാരിക്കുന്നു. എന്താണ് റെഡ്, NFSA ഇല്ല, എന്താണ് യെല്ലോ, നമ്മൾ ഓൾറെഡി പറഞ്ഞു AIYയിൽ വരാത്തതാണ്. മറ്റേത് ബ്ലൂ എന്ന് പറയുന്നത് പ്രയോറിറ്റി ഹൗസ് ഹോൾഡ് ആണ്. അതേപോലെ വൈറ്റ് എന്ന് പറയുന്നത് ഫാമിലീസ്, NFSAയിൽ വരാത്ത ഫാമിലീസ് ആണ്. ഇത് പലതരം റേഷൻ കാർഡ് കൊണ്ടുവന്നിരിക്കുന്നത്. മിസോറാം ആണ് കൊണ്ടുവന്നിരിക്കുന്നത്. സോ ഒരു കാര്യം കൂടെ ചോദിക്കട്ടെ, മാപ്പ് സ്റ്റഡിയിൽ നിങ്ങൾക്ക് ഓർമ്മയുണ്ടെങ്കിൽ മിസോറാമിന് നമ്മൾ ഇന്ത്യയുടെ മാപ്പിൽ മാർക്ക് ചെയ്യാൻ പറ്റുമോ? മിസോറാമിൻ്റെ ഇമ്മീഡിയറ്റ് ബോർഡർ ഷെയറിംഗ് സ്റ്റേറ്റ്സ് ഏതാണെന്ന് അറിയൂ? എന്തായാലും ഇങ്ങനത്തെ സ്റ്റേറ്റ്സ് വരുമ്പോൾ പെട്ടെന്ന് ഒരു ടാസ്ക് വരികയാണ്, മാപ്പിൽ കണ്ടുപിടിക്കാവുന്നതാണ്. ഫൈൻഡ് ഇറ്റ്, മിസോറാമിൻ്റെ ബോർഡേഴ്സ് ഏതൊക്കെയാണെന്നും കൂടെ നമുക്കൊന്ന് കണ്ടുപിടിച്ച് ക്ലാരിറ്റിയിൽ കൊണ്ടെത്തിക്കണം. പിന്നെ പ്രധാനപ്പെട്ട വാർത്ത, വെരിഫിക്കേഷൻ പെട്രോളിയം ബിഗിൻസ് ഇൻ ഡെപ്സാങ് എന്ന് പറയുന്നത് ഇപ്പോൾ കഴിഞ്ഞ കുറേ ദിവസമായിട്ട് ഇറ്റ്സ് എൻ ഓവർഡോസ് ഓഫ് ചൈന വാർത്ത. ചൈനീസ് വാർത്ത ഓവർഡോസ് ആണ്. അതുകൊണ്ടാണ് നമുക്കറിയാം ഡെപ്സാങ്ങിലും ഡെംചോക്ക് എന്ന് പറയുന്ന സ്ഥലത്തുമൊക്കെ ചൈനീസ് ആർമി, ഈ അടുത്ത് ഇന്ത്യൻ ആർമി നമ്മളെല്ലാവരും കൂടെ ഡിസെൻഗേജ്മെൻറ്റ് ചെയ്തിട്ടുണ്ട്. വി ഹാവ് ഡിസ്എൻഗേജ്ഡ് ആർ സെൽസ്. ആർമീനെയൊക്കെ ഡിസെൻഗേജ് ചെയ്തിട്ടുണ്ട്. ദീപാവലിക്ക് സ്വീറ്റ്സ് കൊടുത്തു. ഇനി നല്ല രീതിയിൽ പെട്രോളിംഗ് നടക്കണം എന്നാണ് ഇവിടെ പറയുന്നത്. നല്ല രീതിയിൽ പെട്രോളിംഗ് നടക്കണം എന്നാണ് പറയുന്നത്. സോ ലെറ്റ്സ് ഹോപ്പ് ദാറ്റ് റിയലി പെട്രോളിംഗ് നടക്കട്ടെ. അപ്പോൾ അതായിട്ട് ബന്ധപ്പെട്ടതാണ്. അതിന് നമ്മൾ ഇതുവരെ ഡിസ്കസ് ചെയ്യാത്തൊരു വാർത്തയും പോയിന്റൊന്നും അതിനകത്തില്ല. പിന്നെ ഇതിനകത്ത് പറയുന്ന വേറൊരു കാര്യം, ഇതിനകത്ത് എസ്റ്റേറ്റിനെ കുറിച്ച് പറയുന്നുണ്ട്. ബീഹാറിൻ്റെ സമയത്ത് ബീഹാർ ഗവൺമെൻറ് ഈസ് എക്സ്പ്ലോറിംഗ് ടേക്കിംഗ് ഓവർ ദ ഏർസ്റ്റ്വൈൽ എസ്റ്റേറ്റ് ഓഫ് ദ ബെട്ടിയ രാജ്. ബെട്ടിയ രാജ് എന്ന് പറയുന്നത് ഏകദേശം ഇന്നത്തെ 8,000 കോടി രൂപ ആസ്തിയുള്ള ഒരു എസ്റ്റേറ്റ് ആണ്. ഏകദേശം 15,000 ഏക്കറാണ്. ജസ്റ്റ് ഇമാജിൻ, 15,000 ഏക്കറിലുള്ള 8,000 കോടിക്ക് മുകളിൽ വിലയുള്ള ഒരു എസ്റ്റേറ്റ് ആണ് ബ്രിട്ടീഷ് സമയത്തുള്ള ബെട്ടിയാർ എസ്റ്റേറ്റ് എന്ന് പറയുന്നത്. ഇത് കൂടുതലും വെസ്റ്റ് ചമ്പാരൻ ആൻഡ് അതർ ഡിസ്ട്രിക്ട്സ് ഓഫ് ബീഹാർ ആണ്. സോ ദാറ്റ് ബ്രിങ്സ് അസ്, ചമ്പാരൻ എന്ന് കണ്ടാൽ ഡെഫിനറ്റ്ലി നമുക്ക് മഹാത്മാഗാന്ധിയുടെ അടുത്തേക്ക് പോയി മോഡേൺ ഇന്ത്യയിൽ യു ഷുഡ് ഹാവ് എ വെരി ഗുഡ് ഐഡിയ അബൌട്ട് വാട്ട് ഇസ് ചമ്പാരൻ സത്യാഗ്രഹ എന്നുള്ളതും കൂടെ ഓർത്ത് വെച്ചു. അപ്പോൾ ഈ ബെട്ടിയ രാജ് എന്ന് പറയുന്നത് ബീഹാർ മാത്രമല്ല, UPയിലുള്ള ഒരു സ്ഥലം കൂടാണ്. ഇത് എസ്റ്റേറ്റ് ഇസ് ബീങ് മാനേജ് ബൈ ദ ബോർഡ് ഓഫ് റവന്യൂ ഓഫ് ബീഹാർ ഗവൺമെൻറ് വിത്ത് എൻ അഡിസ്റ്റഡ് ഡിസ്ട്രിക്ട് മജിസ്ട്രേറ്റ് ലെവൽ ഓഫീസർ. സോ ഇതിനെക്കുറിച്ചിട്ട് ഇത് തിരിച്ചെടുക്കണം, അല്ലെങ്കിൽ ഇതിനെക്കുറിച്ചാണ് പറയുന്നത്. ഇത് മൊത്തം എസ്റ്റേറ്റ് എല്ലാം കംപ്ലീറ്റ് കൊണ്ടുവന്ന് ബീഹാർ ഗവൺമെൻറ്റ്സ് ഇതെടുക്കണം എന്നുള്ള രീതിയിലാണ് എസ്റ്റേറ്റ് പറയുന്നത്. സോ നമുക്ക് ഒരു UPSCക്ക് ഇമ്പോർട്ടൻ്റ് ആണെന്നല്ല, ഞാനിത് എടുത്ത് പറഞ്ഞതേ ഉള്ളൂ. നമുക്ക് ഇതിനകത്ത് നിന്ന് നമ്മൾ ഡ്രോബാക്ക് ചെയ്യേണ്ടത് ഹിസ്റ്ററിയിലേക്കാണ്. ഗോ ബാക്ക് ടു ചമ്പാരൻ. സോ മേക്ക് യൂസ് ഓഫ് ദിസ്. പിന്നെ അടുത്തത്, ഒരു ഫോറം അഗെയിൻസ്റ്റ് CAA ആസ്ക് ഫോർ ഫൈനൽ ഡ്രാഫ്റ്റ് ഓഫ് NRC ഇൻ അസാം. സോ ദിസ് ബ്രിങ്സ് us ടു എ ലാർജർ ക്വസ്റ്റ്യൻ. വേറൊന്നുമല്ല, എന്താണ് സിറ്റിസൺഷിപ്പ് അമെൻമെൻറ്റ് ആക്ട് CAA എന്ന് പറഞ്ഞ് കഴിഞ്ഞ കുറേ നാളുകളായിട്ടുണ്ട്. അപ്പോൾ എന്താണ് CAA എന്ന് നിങ്ങൾക്ക് നന്നായിട്ട് അറിഞ്ഞിരിക്കണം. ആരൊക്കെയാണ് നോൺ മുസ്ലിം റെഫ്യൂജീസ് ഫ്രം ഇന്ത്യ, ഏതൊക്കെയാണ് പാകിസ്ഥാൻ, ബാംഗ്ലാദേശ്, അഫ്ഗാനിസ്ഥാൻ എന്ന് പറയുന്ന സ്ഥലങ്ങളിൽ മുസ്ലിംസ് അല്ലാതെയുള്ള ആൾക്കാർക്ക് ഇവിടെ വന്നാൽ സിറ്റിസൺഷിപ്പ് കിട്ടണം എന്ന് പറയുന്നതാണ്. സോ ഇത് ഭയങ്കര കോൺട്രവേഴ്സ്യലായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. കാരണം മുസ്ലിംസിനെ എക്സ്ക്ലൂഡ് ചെയ്തതാണ്. പിന്നെ ഇതിനകത്തൊരു ഇന്നർ പെർമിറ്റ് ലൈൻ എന്ന് പറഞ്ഞൊരു കോൺസെപ്റ്റോടെ ഉണ്ട്. ചില സ്റ്റേറ്റ്സ് ഒന്നും ഇത് പാടില്ല എന്നുള്ളത്. സോ അങ്ങനത്തെ കാര്യങ്ങളെല്ലാം CAA എന്താണെന്നുള്ളത് വളരെ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് അറിഞ്ഞിരിക്കണം. പിന്നെ നാഷണൽ രജിസ്ട്രി ഓഫ് സിറ്റിസൺസ്, ആരാണ് ഇന്ത്യക്കാരൻ, ഇതിൽ ആരാണ് ഒരാൾ ഇന്ത്യക്കാരൻ എന്ന് കണ്ടുപിടിക്കുന്ന രജിസ്റ്ററും കൂടാണ് NRC എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ ഓൾറെഡി 2019 ഇത് കൊണ്ടുവന്നിട്ടുണ്ട്. ഇതിനകത്ത് വലിയൊരു എറർ സംഭവിച്ചായിട്ട് പറയുന്നുണ്ട്. യു നോട്ട് ഈവൻ ബിലീവ്, ഈ 2019 രജിസ്ട്രാർ ജനറൽ ഓഫ് ഇന്ത്യ ടു പബ്ലിഷ് ദ ഫൈനൽ ഡ്രാഫ്റ്റ് ഓഫ് ദ അപ്ഡേറ്റഡ് NRC ചോദിച്ചിട്ടുണ്ട് അസാമിൽ ഇത് പറയുന്ന സമയത്ത് ഈ ആരാണ് ഇന്ത്യൻ സിറ്റിസൺ എന്ന് പറയുമ്പോൾ ഏകദേശം 19 ലക്ഷം ആൾക്കാരെ മിസ് ഔട്ട് ചെയ്തു എന്നാണ് പറയുന്നത്. അപ്പോൾ അത്രയും ആൾക്കാരെ മിസ് ഔട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ NRC എന്ന് പറയുന്നത് എത്ര ഇൻഅക്യുറേറ്റ് ആണ് എന്നൊരു ചോദ്യം ഞാൻ ചോദിക്കുന്നതല്ല, എത്ര ഇൻഅക്യുറേറ്റ് ആണെന്നുള്ള രീതിയിൽ ഇവിടെ ചോദിക്കുന്നുണ്ട്. സോ അപ്പോൾ എന്താണ് NRC, എന്ത് ബേസിസിലാണ് നമുക്ക് സിറ്റിസൺഷിപ്പ് കിട്ടുക? ഇത്രയും അധികം ആൾക്കാരെയൊക്കെ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ എന്താണ് അതിൻ്റെ കാരണം? ഓൾമോസ്റ്റ് എക്സ്ക്ലൂഡിങ് 19.6 lakh പീപ്പിൾ ഓഫ് ദ 3.3 crore പീപ്പിൾ ഫെയിലിംഗ് ടു ഡോക്യുമെന്റ്സ് ഇല്ല എന്ന് പറഞ്ഞ് മാറ്റിയത്. പിന്നെ അടുത്ത പ്രധാനപ്പെട്ട കാര്യം, ഈ അടുത്ത് സുപ്രീം കോടതിയും കൂടെ ശരിവെച്ചിരുന്നു. എന്താണ് സെക്ഷൻ 6A സിറ്റിസൺഷിപ്പ് ആക്ട്? സെക്ഷൻ 6A എന്താണ്? നമ്മൾ ഒരുപാട് പ്രാവശ്യം ഡിസ്കസ് ചെയ്തതാണ്. എന്താണ് സിറ്റിസൺഷിപ്പ് ആക്ട്? 1955 അനുസരിച്ചിട്ട് അവർ തന്നെ കൊണ്ടുവന്നൊരു കട്ട് ഓഫ് ഡേറ്റ് ഉണ്ട്. 1966 മുതൽ ജനുവരി 1 മുതൽ 1971 മാർച്ച് 25 എന്ന് പറയുന്ന ദിവസത്തിനുള്ളിൽ വന്ന ആൾക്കാരെല്ലാം ഇന്ത്യൻസ് ആണ് എന്ന് പറയുന്ന ഒരു
ഇത് സുപ്രീം കോടതിയും കൂടെ ശരിവെച്ചതാണ്. അതാണ് സിറ്റിസൺഷിപ്പ് ആക്ടിൽ സെക്ഷൻ 6A എന്ന് പറഞ്ഞ ഒരു സെക്ഷൻ ആഡ് ചെയ്തത്. അപ്പോൾ ഇതിനകത്ത് UPSCക്ക് ഓർത്ത് വെക്കേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട്. യു ഷുഡ് നോ വാട്ട് ഇസ് CA, എന്താണ് NRC എന്നുള്ളത് ഡീറ്റെയിൽ ആയിട്ട് അറിയണം, എന്തുകൊണ്ട് ഇത്രയും ആൾക്കാരെ ഒഴിവാക്കി. അതേപോലെ തന്നെ നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്ത എന്താണ് 6A ഓഫ് ഇന്ത്യൻ സിറ്റിസൺഷിപ്പ് ആക്ട് എന്നും കൂടെ നമുക്ക് വളരെ ക്ലിയർ ആയിട്ട് മനസ്സിലാക്കാനുണ്ട്. അപ്പോൾ ഇതും ഒരു ചെറിയ ഇമ്പോർട്ടൻറ്റ് വാർത്തയായതുകൊണ്ട് ഇതിനകത്ത് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ട്. അതുകൊണ്ടാണ് ഞാൻ അത്രയും ഡീറ്റെയിൽ ആയിട്ട് അത് കൊണ്ടുവന്നത്. പിന്നെ പ്രധാനപ്പെട്ട ഒരു നല്ലൊരു ഇൻട്രസ്റ്റിംഗ് വാർത്ത എന്ന് പറയുന്നത് ICMR കൊണ്ടുവന്ന ഒരു പുതിയ സ്കീമാണ് ഫസ്റ്റ് ഇൻ ദ വേൾഡ് ചലഞ്ച്. ഒരു പുതിയ ചലഞ്ച് കൊണ്ടുവന്നിരിക്കുകയാണ്. അപ്പോൾ നമുക്കിത് ഒന്ന് ചെക്ക് ചെയ്യണം. ബയോമെഡിക്കൽ ഫീൽഡിൽ ഭയങ്കര കട്ടിംഗ് എഡ്ജ് ആയിട്ടുള്ള കണ്ടുപിടുത്തങ്ങൾ നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ പറ്റുമെങ്കിൽ ഫസ്റ്റ് ഇൻ ദ വേൾഡ് ചലഞ്ച് കണ്ടുപിടിക്കുകയാണ്. ഇന്ത്യൻ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയും കൂടെ ആണ്. ഫസ്റ്റ് ഇൻ ദ വേൾഡ് ആണ് ഉദ്ദേശിക്കുന്നത്. ലോകത്ത് ആദ്യമായി ഫസ്റ്റ് ഇൻ ദ വേൾഡ് ചലഞ്ച് ആണ് ഈ ചലഞ്ചിന്റെ പേര്. ഫസ്റ്റ് ഇൻ ദ വേൾഡ്. ഇത് കൊണ്ടുവന്നിരിക്കുന്നത് ICMR ആണ്. അപ്പോൾ ഡെഫിനറ്റ്ലി പ്രിലിംസിന് വേണ്ടിയൊക്കെ നമ്മളൊരു ധാരണ ഉണ്ടാവണം. വാട്ട് എക്സാക്ട്ലി ഇസ് ദ കോൺസെപ്റ്റ് ഓഫ് ICMR, എന്താണ് ICMR എന്നുള്ളതും കൂടെ നമുക്കൊരു ക്ലാരിറ്റി ഉണ്ടാവുന്നത് വളരെ നല്ലതാണ്. ഇവരാണ് കൊണ്ടുവന്നത് ഫസ്റ്റ് ഇൻ ദ വേൾഡ് ചലഞ്ച് എന്ന് പറയുന്നത്. സോ ICMR കണ്ടോ, ICMR is the apex body in India for the formulation, coordination, promotion of biomedical research and is one of the oldest medical research bodies in the world. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഈ ലൈൻ. ഇത് പ്രിലിംസിന് ചോദിക്കാം. എന്താണ് ICMR? ഇന്ത്യയിലെ ഫോർമുലേഷനും കോർഡിനേഷനും പ്രൊമോഷനും ബയോമെഡിക്കൽ റിസർച്ചിൻ്റെ ഏറ്റവും അപ്പെക്സ് ബോഡിയാണ് ICMR എന്ന് പറയുന്നത്. ഇവരാണ് കണ്ടുപിടിച്ചത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഔട്ട് ഓഫ് ദ ബോക്സ് ഫ്യൂച്ചറിസ്റ്റിക് ഐഡിയാസ്, ന്യൂ നോളജ്, അങ്ങനെ എന്തെങ്കിലും ഫസ്റ്റ് ഓഫ് ഇറ്റ്സ് കൈൻഡ് ചാലഞ്ച് ബയോമെഡിക്കൽ ഫീൽഡിലേക്ക് എന്തെങ്കിലും നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ സാധിക്കുമെങ്കിൽ നിങ്ങൾ കൊണ്ടുവരണം. പിന്നെ അതിനകത്തൊരു പറയുന്നൊരു കാര്യം കൂടെ ഉണ്ട്. ഹൈ റിസ്ക് ഹൈ റിട്ടേൺസ്, ഹൈ റിവാർഡ് എന്ന് പറഞ്ഞൊരു സാധനം. അതായത് നമ്മൾ ജീവിതത്തിൽ പലപ്പോഴും ഹൈ റിസ്ക് എടുക്കുമ്പോഴേ ഹൈ റിവാർഡ്സ് കിട്ടുമെന്നാണ് പറയുന്നത്. സോ ഹൈ റിസ്ക് ഉണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ഹൈ റിവാർഡ്സും ഉണ്ടാവണം. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ആരെങ്കിലും അങ്ങനെയൊക്കെ ഒരു കട്ടിംഗ് എഡ്ജ് ടെക്നോളജി കണ്ടുപിടിക്കുന്നുണ്ടെങ്കിൽ സോ ഒരു ഇൻഡിവിജ്വൽ ആയിട്ടോ ഒരു ടീം ഓഫ് റിസർച്ചേഴ്സ് ആയിട്ടോ ഏതെങ്കിലും സിംഗിൾ ഇൻസ്റ്റിറ്റ്യൂഷനായിട്ടൊക്കെ നിങ്ങൾക്ക് ഇതിന് അപ്ലൈ ചെയ്യാം. ബയോമെഡിക്കലിൽ നിങ്ങളിൽ അത്ര ഒരു ഐഡിയ ഉണ്ടെങ്കിൽ ചെയ്യാവുന്നതാണ്. സോ അതാണ് ICMR എന്താണെന്നും കൂടെ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നമുക്കതും ഇമ്പോർട്ടൻ്റ് ആയിട്ട് മനസ്സിലാക്കേണ്ടതാണ് എന്താണ് ICMR എന്നുള്ളത്. പിന്നെ കണ്ടാൽ ചെറിയൊരു വാർത്തയായിട്ട് തോന്നുമെങ്കിലും നമുക്ക് ഈ ഒരു കാര്യം അറിഞ്ഞിരിക്കണം. എന്താണ് NMC? വെരി ഇമ്പോർട്ടൻറ്റ്. അല്ലെങ്കിൽ NMC അല്ലെങ്കിൽ NMR എന്നുള്ളതാണ് ചോദ്യം. ഡോക്ടേഴ്സ് ആണെങ്കിൽ NMR. ഡോക്ടേഴ്സ് ആണെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങളുടെ ഒരു ഡോക്ടർ ആണെങ്കിൽ നിങ്ങളുടെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ്, ആധാർ കാർഡ് വെരിഫിക്കേഷൻ എല്ലാം NMR ഉണ്ടാവും, വിച്ച് ഇസ് ദ നാഷണൽ മെഡിക്കൽ രജിസ്റ്റർ. നിങ്ങളുടെ പേരും അതിനകത്ത് ഉറപ്പായിട്ടും NMR ഉണ്ടാവും. കുറേ ഡോക്ടേഴ്സിന് NMR പേര് വരുത്താൻ പറ്റുന്നില്ല, കുറേ ചലഞ്ചസ് വരികയാണ്. അപ്പോൾ അതിൽ NMR എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ്? സോ NMR ഒരു ഡേറ്റാബേസ് ആണ്. ഇറ്റ്സ് മെയിൻറ്റെയിൻഡ് ബൈ ദി NMC. ദാറ്റ് മീൻസ് ഇറ്റ്സ് മെയിൻറ്റെയിൻഡ് ബൈ ദ നാഷണൽ മെഡിക്കൽ കമ്മീഷൻ എന്നുള്ളതും കൂടെ ഓർത്തോളൂ. NMR is maintained by National Medical Commission. So ഇതിനകത്ത് കണ്ടോ, ഇതിനകത്ത് പറയുന്നുണ്ട് രജിസ്റ്റർ is maintained by the National Medical Commission. It's a centralized repository that contains the name, address and qualifications of all licensed medical practitioners. എല്ലാ ഡോക്ടർമാരുടെ ഡീറ്റെയിൽസും ഇതിനകത്തുണ്ട്. അപ്പോൾ ഇറ്റ്സ് മെയിൻറ്റെയിൻ. ഇതും ഒരു ചോദ്യം ചോദിക്കാവുന്നതേ ഉള്ളൂ. NMR is maintained by the National Medical Commission. So please remember this concept. ഇത് ഓർത്ത് വയ്ക്കുക. ചെറിയ വാർത്തയാണ്, പക്ഷേ കണ്ടാൽ അതിനകത്ത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ട് തോന്നും. പിന്നെ അടുത്തൊരു ശമ്പളത്തിൻ്റെ ഒരു വാർത്തയാണ്. അതും ഒരു സീരിയസ് ആയിട്ട് കാണേണ്ട ഒരു കാര്യമാണ്. കാരണം നമ്മുടെ ഇന്റർനാഷണൽ നാഷണൽ ലെവൽ യൂണിവേഴ്സിറ്റി, എന്താണ് ഈ ICSSR എന്ന് പറയുന്നത് എന്ന് ഉദ്ദേശിക്കുന്നത്? ഇവിടെ അത് കാണാൻ പറ്റും. ICSSR എന്ന് പറയുമ്പോൾ ഇന്ത്യൻ കൗൺസിൽ ഓഫ് സോഷ്യൽ സയൻസ് റിസർച്ച് എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഇങ്ങനത്തെ ഇന്ത്യയിൽ കുറേ ഇൻസ്റ്റിറ്റ്യൂഷൻ ഉണ്ട്. ഏകദേശം 24 മെമ്പേഴ്സ് ആൻഡ് സ്റ്റാഫ് ഫ്രം 24 ICSSR ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ. ഇതിൽ ട്രിവാൻഡ്രത്തുള്ള CDSനെ കുറിച്ച് പറയുന്നുണ്ട്. അപ്പോൾ നാഷണൽ ലെവൽ റെപ്യൂട്ടേഷനുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ ഇതിൽ പറയുന്ന കഥ ഞാൻ വളരെ ചുരുക്കി പറയാം. ഇതിൽ ഒരുപാട് ഫാക്കൽറ്റീസ് ഉണ്ട്. സോ 7th പേ കമ്മീഷൻ വരുന്നുണ്ട്. സോ കണ്ടോ, ICSR ഇസ് എ നാഷണൽ ബോഡി ഓവർസീയിങ് സോഷ്യൽ സയൻസസ് റിസർച്ച് ആൻഡ് ഫോൾ അണ്ടർ ദ മിനിസ്ട്രി ഓഫ് എഡ്യൂക്കേഷൻ. ഇതൊരു ചോദ്യം പ്രിലിംസിൻ്റെ ഓപ്ഷനായിട്ട് മാർക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. എന്താണ് ICSSR? ഒരു നാഷണൽ ബോഡിയാണ് സോഷ്യൽ സയൻസ് റിസർച്ചിന് വേണ്ടി എഡ്യൂക്കേഷൻ മിനിസ്ട്രിയിൽ ഫോക്കസ് ചെയ്യുന്നത്. 7th പേ കമ്മീഷൻ അനുസരിച്ചിട്ട്, സെൻട്രൽ പേ കമ്മീഷൻ, അതായത് CP സെൻട്രൽ പേ കമ്മീഷൻ അനുസരിച്ചിട്ട് ശമ്പളം കൂടണം എന്ന് പറഞ്ഞിരുന്നു. പക്ഷേ 6-7 മാസം കഴിഞ്ഞിട്ടും ഈ ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ പറഞ്ഞിരിക്കുന്ന ശമ്പളം ഒന്നും കൂടുന്നില്ല.
സോ അങ്ങനെ ശമ്പളം കൂടാത്തോണ്ട് ഇപ്പോൾ ഉദാഹരണത്തിൽ ഇപ്പോൾ CDSൽ പറയുന്നുണ്ട്, CDSൽ ഒരു പ്രൊഫസറിന് മാസം 2,00,000 ചില്ലാനം രൂപ ശമ്പളം കൊടുക്കുമ്പോൾ ഇത് പുതിയ പേ കമ്മീഷൻ അനുസരിച്ചിട്ട് ആ ശമ്പളം ഓൾമോസ്റ്റ് 3 ലക്ഷമായി മാറുന്നുണ്ട്. പക്ഷേ ഈ വേണ്ടത്ര ശമ്പളം ഒന്നും കിട്ടാത്തതുകൊണ്ട് ഇന്റർനാഷണൽ ലെവലിലുള്ള ഫാക്കൽറ്റികളെല്ലാം ഇവിടെ നിന്ന് മൈഗ്രേറ്റ് ചെയ്ത് പോവുകയാണ്. IIT കിങ്സ് കോളേജ് ലണ്ടൻ, OP ജിന്ദൽ പ്രൈവറ്റ് യൂണിവേഴ്സിറ്റി, OP ജിന്ദൽ യൂണിവേഴ്സിറ്റി പോലത്തെ യൂണിവേഴ്സിറ്റീസിൽ അവർ മൈഗ്രേറ്റ് ചെയ്ത് പോകണം. എല്ലാവരും പൈസ ഇല്ലാത്തതുകൊണ്ട്, ശമ്പളം കിട്ടാത്തതല്ല, ആ പറയുന്ന പേ സ്കെയിൽ കിട്ടാത്തതുകൊണ്ട് എല്ലാവരും പുറത്തു പോവുകയാണ്. അപ്പോൾ ഈ പ്രീമിയർ ഇൻസ്റ്റിറ്റ്യൂഷനിൽ എങ്ങനെ പഠിപ്പിക്കും? ആളില്ലാതെ ഭയങ്കര ബുദ്ധിമുട്ടല്ലേ എന്നാണ് ഇവിടെ ചോദിക്കുന്നത്. ഇവരെല്ലാം IIT ഖറാഗ്പൂർ, കിങ്സ് കോളേജ് ലണ്ടൻ, OP ജിന്ദൽ യൂണിവേഴ്സിറ്റിയിലേക്കൊക്കെ പോവുകയാണ്. ഇതിൽ ശമ്പളം പറയുന്നുണ്ട്, പഴയ CPC അനുസരിച്ചിട്ട് 2.5 ലക്ഷമായിരുന്നു, ഇന്നത് 3 ലക്ഷമായി മാറ്റുന്നില്ല എന്ന് പറയുന്നതും ഇവിടെ ഒരു ചർച്ചയാണ്. അതുകൊണ്ടാണ് ഈ ഒരു വാർത്ത വരുന്നത്. സോ യു ഷുഡ് നോ വാട്ട് ഈസ് ICSSR. ഇറ്റ്സ് ദ നാഷണൽ അപെക്സ് ബോഡി ഫോർ സോഷ്യൽ സയൻസ് റിസർച്ച്. അത് ഓർത്ത് വെക്കുക, അതും ഒരു ഇമ്പോർട്ടൻറ്റ് ഫാക്ടറാണ്. സോ മൂവിങ് ഓൺ ടു ദി അതർ ഇമ്പോർട്ടൻറ്റ് ബിസിനസ് ന്യൂസ്. ഇന്ന് ബിസിനസ് ന്യൂസ് മാത്രമല്ല, സയൻസ് ആൻഡ് ടെക്കിൽ കുറേ വാർത്തകൾ ഉള്ളതുകൊണ്ടാണ് നമ്മൾ ഒന്നുകൂടെ ഒന്ന് സ്റ്റക്ക് ഔട്ട് ആയത്. സയൻസിൽ ഞാനൊന്ന് ബേസിക് ആയിട്ടൊന്ന് കോർ കാര്യങ്ങൾ പറഞ്ഞു പോകാമെന്ന് മാത്രമേ ഉള്ളൂ. സോ ഇതിൽ എടുത്തു പറയേണ്ടത് ഒരു വാർത്ത ഞാനിവിടെ വിട്ടുപോയി. ഇതിൽ കണ്ടോ, ഒരു വാക്ക് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? SBIയുടെ ഈ വാർത്ത നിങ്ങൾക്ക് മനസ്സിലായാലും കാര്യമില്ല. റോബസ്റ്റ് കളക്ഷൻസ് ത്രൂ ന്യൂ ഫണ്ട്സ് ഓഫേഴ്സ്, NFOs, new fund offers, have steady market rally, have helped raise the average assets under management of the country's largest fund house, the SBI mutual fund. So I'm bringing into a larger question. എന്താണ് ഈ OM അല്ലെങ്കിൽ AUM എന്ന് പറയുന്ന ഫിനാൻഷ്യൽ ടൂൾ എന്താണ്? ഇറ്റ്സ് അസെറ്റ്സ് അണ്ടർ മാനേജ്മെന്റ് എന്നാണ് ഇതിൻ്റെ വാക്കിൻ്റെ അർത്ഥം. ഇറ്റ്സ് കോൾഡ് അസെറ്റ്സ് അണ്ടർ മാനേജ്മെന്റ് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ കയ്യിൽ നിങ്ങളുടെ ടോട്ടൽ അസെറ്റ്സ് എത്ര ഉണ്ട് നിങ്ങളുടെ കയ്യിൽ എന്നുള്ളതാണ് അസെറ്റ്സ് അണ്ടർ മാനേജ്മെന്റ് എന്ന് പറഞ്ഞാൽ. നിങ്ങളുടെ മാനേജ്മെന്റിന് താഴെ എത്ര അസെറ്റ്സ് ഉണ്ട് എന്നുള്ളതാണ് നമുക്കിവിടെ മനസ്സിലാക്കേണ്ടത്. സോ വാട്ട് ഈസ് ദ ടോട്ടൽ മാർക്കറ്റ് വാല്യൂ ഓഫ് യുവർ ഇൻവെസ്റ്റ്മെന്റ്? നമ്മുടെ മാർക്കറ്റ് വാല്യൂ എത്ര, നമ്മുടെ കയ്യിലുള്ള ഇൻവെസ്റ്റ്മെന്റ്സിന്റെ, വെരി ക്ലിയർ ഓൺ ദിസ്, നമ്മുടെ കയ്യിലുള്ള ഇൻവെസ്റ്റ്മെന്റ്സിന്റെ മാർക്കറ്റ് വാല്യൂ എത്ര ഉണ്ടെന്നാണ് ഇതിനകത്ത് ചോദിക്കുന്നത്. വാട്ട് ഇസ് ദ മാർക്കറ്റ് വാല്യൂ? സോ ഇമാജിൻ നിങ്ങളുടെ ഒരു ഫിനാൻഷ്യൽ അഡ്വൈസർ ഉണ്ടെന്ന് വിചാരിക്കാം. നിങ്ങളുടെ ഇൻവെസ്റ്റ്മെന്റ്സ് നോക്കി നടത്താൻ നിങ്ങൾക്കൊരു ഫിനാൻഷ്യൽ അഡ്വൈസർ ഉണ്ട്. നിങ്ങൾ ആളെയാണ് ചുമതലപ്പെടുത്തിയിരിക്കുന്നത് നിങ്ങളുടെ ഫിനാൻഷ്യൽ അസെറ്റ്സ് മാനേജ് ചെയ്യാൻ. സോ ഒരു ഗിവൺ പോയിന്റ് ഓഫ് ടൈമിൽ അയാളുടെ കയ്യിൽ എത്ര സ്റ്റോക്ക്, നിങ്ങളാണ് ആളെ മാനേജ് ചെയ്യാൻ വെച്ചിരിക്കുന്നത്, എത്ര സ്റ്റോക്ക് ഉണ്ട്, അതേപോലെ എത്ര ബോണ്ട് ഉണ്ട്, എത്ര അസെറ്റ്സ് അയാളുടെ കയ്യിലുണ്ട്, അയാളുടെ കയ്യിൽ മാനേജ്മെന്റ് ചെയ്യാൻ എത്ര അസെറ്റ്സ്, ബോണ്ട്, സ്റ്റോക്ക് എല്ലാം അയാളുടെ കയ്യിലുണ്ടോ, അതാണ് OM എന്ന് വിളിക്കുന്നത്, അസെറ്റ്സ് അണ്ടർ മാനേജ്മെന്റ്. എനിക്ക് എത്ര അസെറ്റ്സ് മാനേജ് ചെയ്യാനുണ്ട്. സോ നാളെ ഇനിയും എക്കണോമിക്സിൽ ഈ വാർത്ത, ഈ ന്യൂസ് കാണുമ്പോൾ OM എന്ന് കാണുമ്പോൾ ഹാവ് എൻ ഐഡിയ, ഇറ്റ്സ് എ ടോട്ടൽ വാല്യൂ ഓഫ് ഹൗ മച്ച് മാർക്കറ്റ് വാല്യൂ ഓഫ് ടോട്ടൽ അസെറ്റ്സ് ഓർ ഇൻവെസ്റ്റ്മെന്റ് നമ്മൾ മാനേജ് ചെയ്യാൻ എത്ര ഉണ്ട് എന്നാണ് AUM എന്ന് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, സോ വളരെ സിമ്പിളായിട്ട് അത് എക്സ്പ്ലെയിൻ ചെയ്തതേ ഉള്ളൂ. നിങ്ങൾ അറിഞ്ഞിരിക്കാൻ വേണ്ടിയാണ് എന്താണ് AUM എന്ന് ഞാനിവിടെ എക്സ്പ്ലെയിൻ ചെയ്തത്. ഇനി അടുത്തത് ഡിഫൻസ് ആയിട്ട് ബന്ധപ്പെട്ടതാണെങ്കിലും ഇതിൽ ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡിനെ പറയുന്ന ഒരു പ്രധാനപ്പെട്ട ആർട്ടിക്കിളാണ്. അതായത് പ്രൈവറ്റ് സെക്ടറിന് ഇപ്പോൾ ഏറ്റവും കൂടുതൽ പറയുന്ന ഒരു കാര്യമാണ്, പ്രൈവറ്റ് സെക്ടറിനെ ഡിഫൻസിൽ പാർട്ട്ണർ ആക്കണം എന്ന് പറയുന്നതാണ് ഏറ്റവും വലിയൊരു ഡിബേറ്റ്. പക്ഷെ ഇവിടെ പറയുന്നുണ്ട് ഓൾറെഡി ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡ് ആണ് LCA. എന്താണ് ഈ LCA എന്ന് പറയുമ്പോൾ? ലൈറ്റ് കോമ്പാക്ട് എയർക്രാഫ്റ്റ്. നമ്മൾ കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് പഠിച്ചതാണ്. എന്താണ് LCA, MK2 എന്നൊക്കെ പറയുമ്പോൾ? ലൈറ്റ് എയർക്രാഫ്റ്റ്, ലൈറ്റ് കോമ്പാക്ട് എയർക്രാഫ്റ്റ് എന്ന് പറയുമ്പോൾ തേജസ് പോലത്തെ. എന്താണ് ഈ LCA എന്ന് പറയുന്നത്? അപ്പോൾ ഇത് ഉണ്ടാക്കാൻ ഈ പറയുന്ന എയർക്രാഫ്റ്റ് ഒക്കെ ഇൻഡിജിനസ്ലി ഉണ്ടാക്കണം എന്നാണ് തീരുമാനം. സോ ഇതൊക്കെ ഇൻഡിവിജ്വലി ഉണ്ടാക്കുമ്പോൾ ഒരുപാട് പ്രൈവറ്റ് പാർട്ടീസ് ഇതിൻ്റെ പാർട്ടാവണം. സോ ഇവിടുത്തെ വലിയൊരു ചോദ്യമാണ്, HAL തന്നെ ലീഡ് ചെയ്താൽ മതി എന്നാണ് പറയുന്നത്. ഇങ്ങനത്തെ ഒരു പ്രൊഡക്ഷൻ വരുമ്പോൾ ഒരുപാട് പ്രൈവറ്റ് പ്രൊഡക്ഷനെക്കാട്ടും നല്ലത് HAL തന്നെ ലീഡ് ഇൻ്റഗ്രേറ്റർ ആവട്ടെ എന്നാണ് പറയുന്നത്. ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡ് തന്നെ ഇത് മെയിനായിട്ട് ഈ ഇൻഡിജിനസ് പ്രൊഡക്ഷൻ നടത്തട്ടെ. പ്രൈവറ്റ് കമ്പനീസ് എല്ലാം ഇതിൻ്റെ താഴെ നിൽക്കുന്ന രീതിയിൽ സബ് ഓപ്പറേറ്റ് ചെയ്യുന്ന പാർട്സും കാര്യങ്ങളൊക്കെ ഓപ്പറേറ്റ് ചെയ്യുന്ന കമ്പനികളായി മാറട്ടെ. അല്ലെങ്കിൽ എല്ലാ പ്രൈവറ്റ് കമ്പനികളും ഇത് ഉണ്ടാക്കാൻ നിന്ന് HALന് പകരം ഇവിടെ Xും Yയും പല കമ്പനീസും വന്നു കഴിഞ്ഞാൽ കുറേ കഴിയുമ്പോൾ എന്താണെന്ന് വെച്ചാൽ ഇവർക്കൊന്നും വേണ്ട ഇൻഫ്രാസ്ട്രക്ചറിന് സപ്പോർട്ടൊന്നും കിട്ടാതെ ഈ പറഞ്ഞ Xും Y എല്ലാം ഇൻഎഫിഷ്യൻ്റ് ആയിപ്പോവും. അതിലും നല്ലതല്ലേ ഓൾറെഡി എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡ് തന്നെ ചെയ്ത് പ്രൈവറ്റ് സെക്ടർ കൊണ്ടുവരണം, ഇൻഡിജിനസ് ടെക്നോളജി, ഇന്ത്യയുടെ തന്നെ ടെക്നോളജി കൊണ്ടുവരണം. വൈ നോട്ട്? യു ക്യാൻ ബ്രിങ് ഇറ്റ്. HALന്റെ താഴെ കൊണ്ടുവന്നാൽ പോരെ എന്നാണ് ഇതിൻ്റെ സിമ്പിൾ ചോദ്യം.
ഈ ആർട്ടിക്കിൾ മൊത്തം പറയുന്നത് ഇത് മാത്രമാണ്. ഇതാണ് ഇതിൻ്റെ ബേസിക് ഐഡിയ എന്ന് പറയുന്നത്. സോ ലൈറ്റ് കോമ്പാറ്റ് എയർക്രാഫ്റ്റ് ഓൾറെഡി നിങ്ങൾക്ക് അറിയായിരിക്കും. ഇതിന് ഓൾറെഡി കപ്പാസിറ്റി ഉണ്ട്, ഇത്ര ജെറ്റുകൾ ഉണ്ടാക്കാനുള്ള കപ്പാസിറ്റി ഉണ്ട്. സോ ഇതിൽ പറയുന്നുണ്ട് ഏകദേശം 180 എയർക്രാഫ്റ്റിൻ്റെ ഓർഡർ ഉണ്ട്, പ്ലസ് 40 എക്സ്ട്രാ ഓർഡേഴ്സ് ഉണ്ട്. ഇങ്ങനത്തെ ഓർഡേഴ്സും LCA MK-1A ഇന്ത്യൻ എയർഫോഴ്സിൻ്റെ ഡിലേ വന്നു. അപ്പോൾ കുറേ എൻജിൻസിനെ കുറിച്ച് പറയുന്നുണ്ട്. അതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണെന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. അപ്പോൾ ഇതിൽ എൻജിനെ കുറിച്ച് പറയുന്നുണ്ട്. അതായത് ഇത് ഉപയോഗിക്കുന്നത് F404 എഞ്ചിനാണ്. പുതിയതിനൊക്കെ F404 എഞ്ചിനാണ് ഉപയോഗിക്കുന്നത്. പണ്ട് LCMK-1A ഈ എഞ്ചിനല്ല ഉപയോഗിച്ചിരുന്നത്. അതുകൊണ്ട് തന്നെ പുതിയ എൻജിൻസ് ഒക്കെ പുതിയ വ്യത്യാസം ഉണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. സോ ഇറ്റ് വിൽ ബി ടു മച്ച് ഡ്യൂപ്ലിക്കേഷൻ. കണ്ടോ, a single type of aircraft is not produced by 2 different companies anywhere in the world. It will be too much duplication, will increase the cost and economically unviable. Private sector will be involved more and more in the current program, with HAL being the lead integrator എന്നാണ് പറയുന്നത്. അവർ തന്നെ കണ്ടിന്യൂ ചെയ്യട്ടെ എന്നാണ് പറയുന്നത്. അപ്പോൾ എന്തൊക്കെ പറഞ്ഞാലും ഇതിനകത്ത് മെയിനായിട്ടുള്ള കാര്യങ്ങളെല്ലാം ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ തന്നെ ഉള്ളൂ. ബാക്കിയൊക്കെ കുറേ സബ് ടോപ്പിക്സ് ഒക്കെ പറഞ്ഞു പോകുന്നല്ലാതെ മെയിനായിട്ടുള്ള കാര്യങ്ങളില്ല. നിങ്ങൾക്ക് ഇത്രയും തന്നെ കാര്യങ്ങൾ മനസ്സിലാക്കിയാൽ മതി എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. പിന്നെ റൈറ്റ് ട്രെയിനിങ്, ഇത് ഒരുപാട് ആർട്ടിക്കിൾ Tier 2 Tier 3 സിറ്റിയിൽ കുറച്ചുകൂടെ ട്രെയിനിങ് കൊടുത്താൽ യുവാക്കൾക്ക് കുറച്ചുകൂടെ നല്ല ഇത് കിട്ടും എന്നാണ് പറയുന്നത്. പിന്നെ ഫ്രഷർ ഹയറിംഗ് 2024 മാനേജേഴ്സ് പറയുന്നുണ്ട് 2024 ഫ്രഷർ ഹയറിംഗ് ഡിക്ലൈൻ ചെയ്തു എന്നാണ് പറയുന്നത്. അപ്പോൾ ഫ്രഷർ ഹയറിംഗ് ഫ്രഷേഴ്സിനെ എടുക്കുന്നില്ലേ എന്നുള്ളതാണ് ചോദ്യം. എൻട്രി ലെവൽ ഫ്രഷേഴ്സിനെ എടുക്കുന്നുണ്ടോ എന്നുള്ളത് ലാർജ് ചോദ്യമാണ് ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് ബിസിനസ് ന്യൂസിലെ പ്രധാനപ്പെട്ട വാർത്ത. സോ പിന്നെ അടുത്ത വലിയ ചലഞ്ച്, നിങ്ങൾ ഓൾറെഡി സയൻസ് ആൻഡ് ടെക്കിന് പ്രത്യേകം ഒരു വീഡിയോ ഉണ്ടാക്കാനാണ് എന്നോട് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ അത്തരത്തിലൊരു വീഡിയോ ക്രിയേറ്റ് ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ലതെന്ന് തോന്നുന്നു എനിക്ക്. നമ്മളിത് മുഴുവൻ പറഞ്ഞു പോകുന്നതും എന്തായാലും ഒരു കാര്യം ഇതിനകത്ത് ഷെയർ ചെയ്ത് പോവാം. എന്തായാലും പറഞ്ഞു വന്നതല്ല, ജസ്റ്റ് ഒന്ന് ചെറുതായിട്ട് അതിനെ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് കൊണ്ടുപോകാമെന്ന് വിചാരിക്കുന്നു. ജസ്റ്റ് ബേസിക് ആയിട്ടൊരു എക്സ്പ്ലനേഷൻ നിങ്ങൾക്ക് തരാൻ പറ്റുന്ന രീതിയിൽ ഞാനത് തരാം. ഇപ്പോൾ ഉദാഹരണത്തിന് ഈ ആർട്ടിക്കിൾ കംപ്ലീറ്റ്ലി ട്രാൻസ്പ്ലാന്റഡ് സ്റ്റെം സെൽസിനെ കുറിച്ചാണ് പറയുന്നത്. സോ നിങ്ങൾക്ക് ബേസിക്കലി നല്ലൊരു ധാരണ ഉണ്ടാവണം എന്താണ് ഈ സ്റ്റെം സെൽസ് എന്ന് പറയുന്നത്. സോ സ്റ്റെം സെൽസ് എന്ന് പറയുന്നത് നമ്മുടെ ബേസിക്കലി സ്റ്റെം സെൽസ് എന്ന് ഉദ്ദേശിക്കുന്നത് തന്നെ നമ്മുടെ ബോഡിയുടെ ഒരു റിപ്പയർ സിസ്റ്റമാണ്. ഇറ്റ്സ് കൈൻഡ് ഓഫ് എ റിപ്പയർ സിസ്റ്റം. നമ്മുടെ ബോഡിയുടെ ഒരു റിപ്പയർ സിസ്റ്റമാണ്. അതായത് ഇതൊരു പുതിയ സ്റ്റെം സെൽസ് എന്ന് പറയുമ്പോൾ ഇറ്റ് ക്രിയേറ്റ് ന്യൂ സെൽസ്. ഒരു പുതിയ സെൽസ് നമുക്ക് വേണ്ടി ഉണ്ടാക്കി തരും. ഇതൊരു പുതിയ സെൽസ് നമുക്ക് വേണ്ടി ഉണ്ടാക്കും, അല്ലെങ്കിൽ പുതിയ സെൽസ് ഉണ്ടാക്കും, അല്ലെങ്കിൽ ഒരു ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് സെല്ലായി അത് മാറുക തന്നെ ചെയ്യും. ഐദർ ഇറ്റ് ക്യാൻ ക്രിയേറ്റ് സെൽസ് ഓർ ഇറ്റ് ബിക്കംസ് ഡിഫറെൻറ്റ് സെൽ ടൈപ്പ്. വേറൊരു സെൽ ടൈപ്പ് ആയിട്ട് തന്നെ ഇത് മാറും. സോ അങ്ങനെ ഇതാണ് സ്റ്റെം സെൽസ് എന്ന് ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ ഒരു ഉദാഹരണത്തിന് നിങ്ങളുടെ ചെറുതായിട്ട് നിങ്ങളുടെ കയ്യിലൊരു മുറിവ് വന്നു. ആ മുറിവ് എത്ര പെട്ടെന്നാണ് ആ വൂണ്ട് ഹീലാവുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത്രയും സ്റ്റെം സെൽസ് പോലെ അത് ഒരേപോലെ തന്നെ ഡ്യൂപ്ലിക്കേറ്റ് ചെയ്ത് എത്ര പെട്ടെന്നാണ് ആ കട്ട് മാറുന്നതെന്ന് പറയുമ്പോൾ. സോ സ്റ്റെം സെൽസ് ഒരു റിപ്പയർ ബോഡിയാണ്, നമ്മുടെ ഒരു റിപ്പയർ സിസ്റ്റം പോലെയാണ്. പുതിയ സെൽസ് ക്രിയേറ്റ് ചെയ്യും, അല്ലെങ്കിൽ ഓൾറെഡി ആ പുതിയ സെല്ലായിട്ട് തന്നെ അത് മാറും. സോ ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ് സ്റ്റെം സെൽസ് എന്ന് പറയുന്നത്. സോ ഇതിനെ പലതരം സ്റ്റെം സെൽസ് ആയിട്ട് നമ്മൾ ഇതിനകത്ത് ആർട്ടിക്കിൾ അതൊന്നും പറയുന്നില്ല, ഞാൻ അല്ലാതെ പറയുകയാണ്. അല്ലാതെ സ്റ്റെം സെൽസിന് നമുക്ക് പല രീതിയിൽ ക്ലാസിഫൈ ചെയ്യാൻ പറ്റും. ഉദാഹരണത്തിന് ദർ ഇസ് സംതിങ് കോൾഡ് ആസ് എംബ്രിയോണിക് സ്റ്റെം സെൽ. എംബ്രിയോണിക് സ്റ്റെം സെൽ ഉണ്ട്, അതേപോലെ അഡൽട്ട് സ്റ്റെം സെൽ ഉണ്ട്. ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് സ്റ്റെം സെൽസ് ആണ്. അഡൽട്ട് ഉണ്ട്, എംബ്രിയോണിക് ഉണ്ട്. അപ്പോൾ ഈ സ്റ്റെം സെൽസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് എന്ന് മനസ്സിലാക്കുക. ഇത് ട്രാൻസ്പ്ലാന്റ് ചെയ്യുന്നുണ്ട്. ഇതിൽ ഈ ആർട്ടിക്കിൾ പറയുന്ന 2 കാര്യം ഇത്രയേ ഉള്ളൂ. ഈ ട്രാൻസ്പ്ലാന്റ് ചെയ്യുമ്പോൾ യങ് ഡോണേഴ്സും വയസ്സായിട്ടുള്ള ഓൾഡ് ആയിട്ടുള്ള ഡോണേഴ്സും തമ്മിലുള്ള ട്രാൻസ്പ്ലാന്റേഷൻ കമ്പയർ ചെയ്യുമ്പോൾ ഇതിൽ കാണുന്നൊരു കാര്യമാണ്. അതായത് ഈ ഓൾഡ് ട്രാൻസ്പ്ലാന്റേഴ്സ് ഉണ്ട്, ഓൾഡ് ഡോണേഴ്സ് ഉണ്ട്. അതായത് പ്രായം ചെന്ന ആൾക്കാർ സ്റ്റെം സെൽസ് കൊടുത്ത ആൾക്കാരുണ്ട്. ഇവരുടെ ഇമ്മ്യൂണിറ്റി ഓൾഡ് ആയിട്ടുള്ള ആൾക്കാർ അത്ര പ്രിഫറബിൾ അല്ല എന്നാണ് പറയുന്നത്. കാരണം ഓൾഡ് ഡോണേഴ്സ് ഇത് വാങ്ങിച്ച ആൾക്കാരുടെ എടുത്ത് ചെക്ക് ചെയ്യുമ്പോഴും ഇവർക്ക് ഈ ഓൾഡ് ആൾക്കാരുടെ കയ്യിൽ നിന്ന് വാങ്ങിച്ച ആൾക്കാരുടെ ഇമ്മ്യൂണിറ്റി കുറവാണ്. അതേപോലെ തന്നെ യങ്ങർ ആൾക്കാർക്കാണ് കുറച്ചുകൂടെ നമ്മൾ ചെക്ക് ചെയ്തപ്പോൾ അതിൻ്റെ ഓൾമോസ്റ്റ് ഒരു സെൽ ഡൈവേഴ്സിഫിക്കേഷൻ അല്ലെങ്കിൽ ഒരു സെൽ ഡൈവേഴ്സിറ്റി എന്ന് പറയുന്നത് യങ് ആൾക്കാരുടെ കയ്യിൽ നിന്ന് സ്റ്റെം സെൽസ് കൊടുത്തവർക്കാണ്. വയസ്സായ ആൾക്കാരുടെ നിന്ന് വാങ്ങിച്ചതിൽ ആ ഒരു ഡൈവേഴ്സിറ്റി ഇല്ല, ഇമ്മ്യൂണിറ്റി കുറവാണ്. പിന്നെ അതേപോലെ തന്നെ ഫങ്ഷൻസ് പ്രോപ്പർ അല്ല. ഈ ഓൾഡ് ആൾക്കാരുടെ അടുത്ത് മാറ്റി വെച്ചവർക്കൊന്നും അത്ര പ്രോപ്പർ ഫങ്ഷൻസ് നല്ലതല്ല എന്ന് ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ ഡൈവേഴ്സ് ആയിട്ടുള്ള ബ്ലഡ് സെൽസ് ക്രിയേറ്റ് ചെയ്യാൻ അവർക്ക് പറ്റുന്നില്ല. അവരുടെ ഓൾഡായ ആൾക്കാരുടെ അടുത്ത് നിന്ന് എടുക്കുമ്പോൾ
ഡൈവേഴ്സ് ഫങ്ഷൻസ് ഉണ്ടല്ലോ, ഡൈവേഴ്സ് ബ്ലഡ് സെൽസ് ഒന്നും ഉണ്ടാക്കാൻ അവർക്ക് പറ്റുന്നില്ല, അല്ലെങ്കിൽ ആ ഒരു കപ്പാസിറ്റി ഇല്ല. പിന്നെ ആക്സിലറേറ്റഡ് ഏജിങ് ആണ് വാങ്ങിച്ച ആൾക്കാർക്ക്, ഇതെടുത്ത ആൾക്കാർക്ക് ആക്സിലറേറ്റഡ് ഏജിങ് ആണ്. ഏകദേശം ബ്ലഡിൽ തന്നെ ഏതാണ്ട് 10-15 വർഷത്തെ ഡിഫറൻസ് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഏജിങ് കൂടുന്നുണ്ട്. സോ മൊത്തത്തിൽ പറയാൻ ശ്രമിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ യങ് ഡോണേഴ്സ് ആണ് കുറച്ചുകൂടെ പ്രിഫേർഡ് എന്നാണ് സ്റ്റെം സെൽസിൽ. ഇതാണ് ഇതിൽ പറയാൻ ശ്രമിക്കുന്ന പോയിന്റ്. സോ ഇതിനകത്ത് ഏകദേശം ഞാൻ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ്. ഇത് വായിച്ചു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞ സമ്മറി തന്നെയാണുള്ളത്. ചിലപ്പോൾ ഇതേപോലെയല്ല, പക്ഷെ നിങ്ങൾക്ക് കാര്യം മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇതേപോലത്തെ ആർട്ടിക്കിൾസ് വായിക്കുമ്പോൾ എല്ലാം കൂടെ ക്ലിക്ക് ചെയ്യണം നിർബന്ധമൊന്നുമില്ല. പിന്നെ അടുത്തത് ഇതിനകത്ത് പറയുന്ന ഒരു കേസ് എന്ന് പറയുന്നത് WHO ഡേറ്റാബേസ് ആണ്. ഇതിനകത്ത് കുറേ കോൺസെപ്റ്റ്സ് ഉണ്ട്. ഇതിനകത്ത് കുറേ കോൺസെപ്റ്റ്സ് ഉണ്ടെന്ന് പറഞ്ഞാൽ ഇത് എങ്ങനെയാണ് ഇത് വരുന്നതെന്നുള്ള കാര്യമുണ്ട്. ഇപ്പോൾ എന്താണ് പോളിയോ വൈറസ്, കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. ഇപ്പോൾ എന്താണ് വാക്സിൻ ഡിറൈവ്ഡ് പോളിയോ വൈറസ്, VDPV എന്ന് പറഞ്ഞാൽ നമ്മൾ ഓൾറെഡി കണ്ടതാണ്. അപ്പോൾ ഇതിൽ തന്നെ IPV എന്ന് പറഞ്ഞൊരു കോൺസെപ്റ്റ് ഉണ്ട്, ഇനാക്ടിവേറ്റഡ് പോളിയോ വാക്സിൻ അല്ലെങ്കിൽ ഓറൽ പോളിയോ വാക്സിൻ. നമ്മുടെ വായിക്കൂടെ നമുക്ക് അഡ്മിനിസ്റ്റർ ചെയ്യുന്ന പോളിയോ വാക്സിൻ ഉണ്ട്. അപ്പോൾ ഇതിൽ പറയുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ WHO ഒരു ഡേറ്റാബേസ് ഉണ്ട്. ഇതിൽ പറയുന്ന പ്രധാനപ്പെട്ട കാര്യമാണ് WHO ഓൾറെഡി ഒരു ഡേറ്റാബേസ് ഉണ്ട്. ഈ ഡേറ്റാബേസ് അനുസരിച്ചിട്ട് ഇതിൽ ഓൾമോസ്റ്റ് എല്ലാത്തരം ഇതും ആഡ് ചെയ്തിട്ടുണ്ട്. അത് ഓൾറെഡി പറയുകയാണെങ്കിൽ ഇപ്പോൾ വൈൽഡ് പോളിയോ വൈറസ്, ഇപ്പോൾ അതിൽ ഓൾറെഡി വൈൽഡ് പോളിയോ വൈറസിനെ കുറിച്ച് മെൻഷൻ ഉണ്ട്. അതേപോലെ തന്നെ വാക്സിൻ ഡിറൈവ്ഡ് പോളിയോ വാക്സിൻ VDPV, എന്ന് പറയുന്നത് സർക്കുലേറ്ററി ഉണ്ട്. അപ്പോൾ ഇങ്ങനത്തെ വൈൽഡ് പോളിയോ, സർക്കുലേറ്ററി, VDPV ഒക്കെ ഓൾറെഡി WHO ഡേറ്റാബേസിൽ ഉണ്ട്. പക്ഷേ വളരെ പ്രധാനപ്പെട്ട ഇതായിട്ടുള്ള, ഇപ്പോൾ ഉദാഹരണത്തിന് IVDPV എന്ന് ഉദ്ദേശിക്കുന്നത് ഇമ്മ്യൂണോ ഡെഫിഷ്യൻസിയാണ്. ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി എന്ന് പറയുന്ന ഒരു കാറ്റഗറി. അതേപോലെ AVDPV എന്ന് ഉദ്ദേശിക്കുന്നത് ആംബിഗ്വസ് എന്ന് പറയുന്ന ഒരു കാറ്റഗറി. ഇങ്ങനത്തെ കുറേ കാര്യങ്ങളുണ്ട്. IVP പല ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ഇതാണ്. പിന്നെ അതേപോലെ തന്നെ പല ടൈപ്പ് ഉണ്ട്. ഇപ്പോൾ Type 1, ഇപ്പോൾ പല സെറോടൈപ്സ് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ Type 1 അല്ലെങ്കിൽ Type 2, Type 3 ഇങ്ങനെ പറയുന്ന ഇങ്ങനത്തെ പോളിയോ വൈറസിൻ്റെ ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും, കേസുകളൊന്നും WHO ഡേറ്റാബേസിൽ കാണുന്നില്ല അല്ലെങ്കിൽ രജിസ്റ്റർ ചെയ്തിട്ടില്ല. ഇത് തെറ്റാണെന്നാണ് പറയുന്നത്. അപ്പോൾ അത്തരം കേസുകൾ, ഇപ്പോൾ കൽക്കട്ടയിൽ ഒരു കേസ് ഡിറ്റക്ട് ചെയ്യുമ്പോൾ ഈ IVDPV ആണെങ്കിലും ആംബിഗ്വസ് ആണെങ്കിലും ഇതൊക്കെ വരുമ്പോൾ ഇതൊന്നും പ്രോപ്പറായിട്ട് റെക്കോർഡ് ചെയ്യപ്പെടുന്നില്ല. അപ്പോൾ അത് വലിയൊരു നെഗ്ലിജൻസ് ആയിട്ടാണ് WHO ഭാഗത്ത് ഹെൽത്ത് ഇത് കാണിക്കുന്നത്. പിന്നെ GPEI എന്ന് പറഞ്ഞൊരു കോൺസെപ്റ്റും കൂടെ ഇവിടെ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. എന്താണ് GPEI എന്ന് പറഞ്ഞൊരു കോൺസെപ്റ്റ്? ഇറ്റ്സ് നത്തിങ് ബട്ട് ഗ്ലോബൽ പോളിയോ ഇറാഡിക്കേഷൻ ഇനിഷ്യേറ്റീവ് എന്നാണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇവിടെ നമുക്ക് മനസ്സിലാവേണ്ടത്. അപ്പോൾ ഇതാണ് മൊത്തം ഇതിനകത്ത് പറയുന്നത്. ഈ GPE രജിസ്ട്രി ഹാസ് കൺഫേംഡ് ഹ്യൂമൻ കേസസ്, ഇതിൻ്റെ കാര്യങ്ങൾ പറയുന്നുണ്ട്. പിന്നെ ഇതിൽ പറയുന്നുണ്ട് like the WHO registry, the registry maintained by GPEI, which is a public-private partnership led by national government with 6 partners, including WHO, has data only on the SVDPV and not 2 VDPV category, immune deficiency and ambiguous. പിന്നെ വേറൊരു കാറ്റഗറി ഉണ്ട്, VDPV ambiguous. അപ്പോൾ ഇതെന്ന് തന്നെ മനസ്സിലായി. ഇനി പ്രിലിംസിന് വേണ്ടി വേറൊരു ചോദ്യം കൂടെ ഇവിടെ എടുത്തു ചോദിക്കാവുന്നതാണ്. കൺസിഡർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് റിഗാർഡിംഗ് GPEI എന്നൊരു ചോദ്യം പ്രിലിംസിൽ ചോദിച്ചാൽ നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റുമോ? WHO രജിസ്ട്രി ഞാൻ പറഞ്ഞു. സോ WHO രജിസ്ട്രി അല്ലാതെ തന്നെ ഇത് GPEI എന്ന് പറഞ്ഞ രജിസ്ട്രിയാണ്. നമ്പർ 1, മെയിൻറ്റെയിൻ, ഇറ്റ്സ് എ പബ്ലിക് പ്രൈവറ്റ് പാർട്ട്ണർഷിപ്പ്, വെരി വെരി ഇമ്പോർട്ടൻറ്റ്. പബ്ലിക് പ്രൈവറ്റ് പാർട്ട്ണർഷിപ്പിൽ വരുന്നതാണ്. 2, 3 നാഷണൽ ഗവൺമെൻറ്റ്സും ഉണ്ട്, 6 പാർട്ട്നേഴ്സ് ഉണ്ട്, WHO കൂടി ഇതിൻ്റെ പാർട്ടാണ് എന്നുള്ളതാണ്. ഇവരുടെ കാറ്റഗറൈസേഷനിൽ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഈ പറഞ്ഞ ചില കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. ഈ ബേസിക് ആയിട്ട് വൈൽഡ് പോളിയോ വൈറസും അല്ലെങ്കിൽ ചില കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. മെയിൻ ആയിട്ടുള്ള കാര്യങ്ങൾ ഇപ്പോൾ VDPV അല്ലെങ്കിൽ ആംബിഗ്വസ് VDPV ഇതൊന്നും ഇൻക്ലൂഡഡ് അല്ല എന്ന് പറയുന്നത് വലിയൊരു കാര്യമാണ്. സോ അതാണ് ഇതിനകത്ത് എടുത്തു പറയുന്നത്. പിന്നെ ബാക്കിയുള്ള കുറേ കാര്യങ്ങൾ ഷെയർ ചെയ്യുന്നുണ്ട്. ഇതിൻ്റെ സ്റ്റാറ്റിസ്റ്റിക്സ് കുറേ ഷെയർ ചെയ്യുന്നുണ്ട്. ഞാൻ അതിലേക്ക് കൂടുതൽ ഏതൊക്കെ രാജ്യത്ത് നിന്ന് കിട്ടി എന്നുള്ളതൊന്നും ഞാൻ കൂടുതൽ പറയുന്നില്ല. പിന്നെ അതിനകത്ത് പ്രധാനപ്പെട്ട ഓർത്തിരിക്കേണ്ട വേറൊരു കാര്യമാണ് ഈ പറയുന്ന പോലെ വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ IPV, അതേപോലെ വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ IPV ആൻഡ് OPV എന്നുള്ള ഡിഫറൻസും കൂടെ നമുക്ക് കാണണം. എന്താണ് ഈ IPVയും എന്താണ് ഈ OPV എന്നുള്ളതും കൂടെ. സോ OPV എന്ന് പറയുന്നത് ഓറൽ പോളിയോ വാക്സിനാണ്. ഓറൽ പോളിയോ വാക്സിനിൽ ഒരു സ്ട്രെയിൻ വീക്കെൻഡ് പോളിയോ വൈറസ് ആണ് ഇതിനകത്ത് കൊടുക്കുന്നത്. നമ്മളത് കഴിച്ചു കഴിഞ്ഞാൽ അത് നമ്മുടെ ശരീരത്തിൽ പോയി നമ്മുടെ ഇൻറ്റസ്റ്റൈൻസിലൊക്കെ പോയി ചെറിയൊരു ഇൻഫെക്ഷനൊക്കെ ക്രിയേറ്റ് ചെയ്ത് നമുക്ക് ഓവറോൾ ആയിട്ടൊരു പോളിയോ
പലതരത്തിലുള്ള നമുക്ക് നമ്മുടെ സിസ്റ്റത്തിനെ എഫക്റ്റ് ചെയ്യാതെ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നതാണ് ഓറൽ പോളിയോ വാക്സിൻ എന്ന് പറയുന്നത്. പക്ഷേ IPV എന്ന് പറയുന്നത് ഇനാക്ടിവേറ്റഡ് അല്ലെങ്കിൽ ഒരു കില്ലർ പോളിയോ ആണ്, ഒരു കില്ലർ പോളിയോ വൈറസ് ആണ്. അതായത് ഓൾറെഡി ഒരു കില്ലർ അല്ലെങ്കിൽ ഒരു ഇനാക്ടിവേറ്റഡ് പോളിയോ ആണ്. ഇത് അകത്തേക്ക് പോയി കഴിഞ്ഞാൽ നമ്മുടെ വയറ്റിലോ ഇൻറ്റസ്റ്റൈൻസിലോ ഇൻഫെക്ഷൻ ഒന്നും ക്രിയേറ്റ് ചെയ്യില്ല. പക്ഷേ എല്ലാ ടൈപ്പ് ഓഫ് പോളിയോ വൈറസ് സ്ട്രെയിൻസോ അല്ലെങ്കിൽ എല്ലാ ടൈപ്പ് വേരിയൻസ് ഓഫ് പോളിയോനെതിരെയും നമുക്ക് ഇമ്മ്യൂണിറ്റി തരും. പക്ഷെ പലപ്പോഴും OPV അത്രയും സക്സസ്ഫുൾ ആണോ എന്ന് പലപ്പോഴും ഇത് ഡിബേറ്റബിൾ ആണ്. ഇതിൽ ഏതാണ് നല്ലതെന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ്. സോ അതും ഇമ്പോർട്ടൻ്റ് ആണ്. എങ്ങനെയാണ് മറ്റേത് വീക്കെൻഡ് സ്ട്രെയിൻ, ഇത് ഓൾറെഡി ഇനാക്ടിവേറ്റഡ് ആയിട്ടൊരു സ്ട്രെയിൻ വൈറസ് ആണ് ഇത് പോകുന്നത്. സോ OPV നല്ലതാണോ എന്ന് ചോദിച്ചാൽ രണ്ടിലും പ്രോസ് ആൻഡ് കോൺസും ഉണ്ട്. സോ ഏതാണ്? സോ ഉണ്ടോ വെറുതെ ലൈവ് വീക്കെൻഡ് പോളിയോ വൈറസ് and OP1 ടേൺ ഇതിൽ ബാക്കി പെട്ടെന്ന് വായിച്ചാൽ നിങ്ങൾക്ക് ക്ലിക്ക് ചെയ്യില്ല. ഞാൻ മെയിനായിട്ട് പറയേണ്ട കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. പിന്നെ എന്താണ് വാപ്പ് എന്ന് ചോദിച്ചിട്ടുണ്ട്, VAPP വാപ്പ് എന്ന് ചോദിച്ചിട്ടുണ്ട്. ഇതെന്ന് പറയുന്നത് പോളിയോ വാക്സിൻ അസോസിയേറ്റഡ് പാരലിറ്റിക് പോളിയോമൈലിറ്റിസ് എന്നാണ് അത് ഉദ്ദേശിക്കുന്നത്. സോ ഈ OPV എടുത്താൽ, OPV ചെയ്താൽ IPV ആണ്. OPV എടുത്താൽ നമ്മുടെ ഇതൊക്കെ നോർമലായിട്ട് നമുക്ക് ഒരുവിധം എല്ലാ ഇൻഫെക്ഷനും പോവുമെങ്കിൽ പോലും ഇത് വാപ്പ് ക്രിയേറ്റ് ചെയ്യാൻ സാധ്യതയുണ്ട് എന്നുള്ളതും കൂടെ ഓർത്ത് വെക്കുക. ഇത് ക്രിയേറ്റ് ചെയ്യും. പക്ഷേ IPV ആണോ OPV ആണോ നല്ലതെന്നുള്ളതും കൂടെ നമുക്ക് ലോങ് ടേമിൽ അറിഞ്ഞിരുന്നത് നല്ലതാണ്. അപ്പോൾ ഇതാണ് ഇതിൽ പ്രധാനപ്പെട്ട ആർട്ടിക്കിൾ. നമുക്ക് പ്രിലിംസിലേക്കുള്ള ഒരുപാട് കോണ്ടന്റ് എന്തായാലും ഞാൻ എല്ലാ പ്രാവശ്യം പഠിപ്പിച്ച് കുറച്ച് പറയാമെന്ന് വിചാരിക്കും, പക്ഷേ ആ ടോപ്പിക്ക് മുഴുവൻ പഠിപ്പിച്ച് പോകണമെന്നില്ല. കുഴപ്പമില്ല, എന്തായാലും ഞാനത് എടുത്ത് തുടങ്ങി. പിന്നെ പ്രധാനപ്പെട്ട കാര്യം ഇതിനകത്ത് പറയുന്നത് സ്ലീപ്പ് ആപ്നിയ. എന്താണ് ഈ സ്ലീപ്പ് ആപ്നിയ എന്ന് പറയുന്നതും കൂടെ ഒരു കാര്യമുണ്ട്. അപ്പോൾ ഇതിനകത്ത് സ്ലീപ്പ് ആപ്നിയ എന്താണെന്ന് വെച്ചാൽ ഇത് വയസ്സായ ആൾക്കാർക്ക് ഡിമെൻഷ്യ ഉണ്ടാക്കുമെന്ന് പറയുന്നുണ്ട്. സോ ഒബ്സ്ട്രക്റ്റീവ് സ്ലീപ്പ് OSA അല്ലേ, ഒബ്സ്ട്രക്റ്റീവ് സ്ലീപ്പ് ആപ്നിയ എന്ന് ഉദ്ദേശിക്കുന്നത് ഒരു തരത്തിൽ നമ്മുടെ ത്രോട്ട് മസിൽസ്, നമ്മൾ ഉറങ്ങുന്ന സമയത്ത് നമ്മുടെ ത്രോട്ട് മസിൽസ്, വെരി ഇമ്പോർട്ടൻറ്റ്, നമ്മുടെ ത്രോട്ട് മസിൽസ് ഉണ്ട്. ഇതിനകത്ത് ഇത്ര കാര്യം ഉണ്ടാവുമെന്ന് മാത്രമേ പറയുന്നുള്ളൂ. സോ എന്താണ് ഈ ആപ്നിയ എന്ന് ഉദ്ദേശിച്ചത്? നമ്മുടെ ഈ ത്രോട്ട് മസിൽസ് ഇന്റർമിറ്റൻ്റ്ലി റിലാക്സ് ചെയ്യുന്ന സമയത്ത്, ഇത് ഇന്റർമിറ്റൻ്റ്ലി ത്രോട്ട് മസിൽസ് റിലാക്സ് ചെയ്യുന്ന സമയത്ത് ഇത് നമ്മുടെ എയർവേ ബ്ലോക്ക് ചെയ്യും. നമ്മുടെ ലങ്സിലേക്ക് ഓക്സിജൻ പോകുന്ന രീതിയിൽ നമ്മുടെ എയർവേ ബ്ലോക്ക് ചെയ്യും നമ്മുടെ ത്രോട്ട് മസിൽസ്. ഇത് കംപ്ലീറ്റ്ലി നമ്മുടെ എയർവേ ബ്ലോക്ക് ചെയ്ത് അല്ലെങ്കിൽ നാരോ ആക്കി കംപ്ലീറ്റ്ലി ബ്ലോക്ക് ചെയ്യുമ്പോൾ നമുക്ക് ബ്രീത്ത് ചെയ്യാൻ ബുദ്ധിമുട്ടി ഉണ്ടാവും. സോ ഈ റിപ്പീറ്റഡ് പോസ് ആണ്. ഇത് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ നമ്മൾ ഉറങ്ങുന്ന സമയത്ത് ഇത് ലങ്സിലേക്ക് ഓക്സിജൻ പോവാത്തൊരവസ്ഥ വരുമ്പോൾ നമ്മൾ പെട്ടെന്ന് ചാടി എണീക്കും, ജെർക്ക് ചെയ്യും, സ്നോർട്ട് ചെയ്യും. ഇതൊക്കെ വരുന്ന സമയത്ത് നമ്മുടെ ലങ്സിലേക്ക്, അപ്പോൾ ബ്രെയിൻ ഒരു സിഗ്നൽ കൊടുക്കും, അതായത് ഓക്സിജൻ പോകുന്നില്ല എന്നുള്ളത്. അപ്പോൾ ഈ ത്രോട്ട് മസിൽസ് റിലാക്സ് ചെയ്ത് എയർവേ ബ്ലോക്ക് ചെയ്യുമ്പോഴാണ് നമുക്കിങ്ങനെ പോസ് വരുന്നതിനാണ് ആപ്നിയ എന്ന് വിളിക്കുന്നത് ബേസിക്കലി. സോ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഇത് സ്നോറിങ് കൊണ്ട്, സ്നോറിങ് അതായത് നമ്മൾ ഈ കുറുക്കം വലിക്കുക എന്ന് പറയുന്ന സ്നോറിങ് ഉള്ള എല്ലാവർക്കും OSA ഉണ്ടെന്നല്ല പറയുന്നത്. പക്ഷേ ഇത് ഉണ്ടെങ്കിൽ ഒരുപാട് ഡിമെൻഷ്യ ക്രിയേറ്റഡ് ആവും ലോങ് റണ്ണിലെന്നാണ് പറയുന്നത്. സോ ആ ഒരു എയർവേ ബ്ലോക്ക് ആവുന്നതിനെയാണ് നമ്മൾ ആപ്നിയ എന്ന് വിളിക്കുന്നത്, ഒബ്സ്ട്രക്റ്റീവ് സ്ലീപ്പ് ആപ്നിയ. നമ്മൾ ഉറക്കത്തിന് ഇടയ്ക്ക് ജേർക്ക് ചെയ്ത് എണീക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ അത് എന്ന് അറിഞ്ഞിരിക്കാൻ വേണ്ടി പറഞ്ഞതേ ഉള്ളൂ. പിന്നെ ബാരിയാട്രിക് സർജറി, റെമിഷൻ ഓഫ്, ഇതിൽ സർജറി ചെയ്ത ആൾക്കാരെ കുറിച്ച് പറയുന്നുണ്ട്. ഒരുപാട് ആൾക്കാർക്ക് കൊളസ്ട്രോൾ കാര്യങ്ങളൊക്കെ അന്നുണ്ടായിരുന്ന ലെവൽസിൽ വ്യത്യാസമുണ്ട്. സോ ദിസ് ബ്രിങ്സ് ടു എ ലാർജർ ക്വസ്റ്റൻ ഓഫ് വാട്ട് ഈസ് എ ബാരിയാട്രിക് സർജറി. ബാരിയാട്രിക് സർജറി എന്ന് പറയുമ്പോൾ നമുക്ക് വെയിറ്റ് റിഡക്ഷൻ ആണ്. നമ്മൾ വണ്ണം കുറയ്ക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു കുറേ സർജിക്കൽ പ്രൊസീജിയേഴ്സാണ്, സീരീസാണ് ബാരിയാട്രിക് സർജറി എന്ന് പറയുന്നത്. സോ ഹാവ് എൻ ഐഡിയ അബൌട്ട് ദാറ്റ്. ഡോക്ടേഴ്സ് ആയിട്ടുള്ള ആൾക്കാർ ഇത് കാണുകയാണെങ്കിൽ നിങ്ങൾക്കിത് വളരെ എളുപ്പമായിട്ടും, ചിലപ്പോൾ എന്നോട് തന്നെ ഞാൻ എന്താ എക്സ്പ്ലെയിൻ ചെയ്യണമെന്നൊക്കെ നിങ്ങൾക്ക് തോന്നാം. പക്ഷേ നമ്മൾ ഡോക്ടേഴ്സ് അല്ലാത്ത ഒരുപാട് നോൺ ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വരുന്ന ആൾക്കാരുണ്ട്. അവരെ സംബന്ധിച്ചോളം വളരെ സിമ്പിളായിട്ട് മെഡിസിൻ ഒന്നും പോയി പഠിക്കാൻ പറ്റില്ല. അവർക്ക് വേണ്ടിയുള്ള ബേസിക് കാര്യമാണ് പറയാൻ പറ്റുന്നത്. സോ പിന്നെ പറയുന്നൊരു കാര്യം ഗ്രാഫീൻ ഓക്സൈഡ് ഓർ GO എന്ന് പറയുന്ന ഗ്രാഫീൻ ഓക്സൈഡ് ആണ് ഫ്രോസ്റ്റ് ഫോർമേഷൻ ഓൺ ഫ്ലാറ്റ് ഏരിയാസ്. ഇത് എഞ്ചിനീയേഴ്സ് കണ്ടുപിടിച്ചതാണ്. ഫ്രോസ്റ്റ് ഫോർമേഷൻ തടയുന്ന, ഇത് ഓക്സൈഡ് തടയുന്ന ഒരു കാര്യമാണ് ഈ ഗ്രാഫൈൻ ഓക്സൈഡ് എന്ന് പറയുന്ന കാര്യം. 100% ഫ്രോസ്റ്റ് പ്രിവെൻറ്റ് ചെയ്യുന്നതാണ് പറയുന്നത്. സർഫസ് ഫോർ മോർ ലോങ്ങർ. ഇത് ആൻറ്റി ഫ്രോസ്റ്റിംഗ് സർഫസിൽ വളരെ ഇതായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. സോ ഇത് ആൻറ്റി ഫ്രോസ്റ്റിങ്ങിനെക്കാട്ടും കൂടുതൽ ഈ ഗ്രാഫീൻ ഓക്സൈഡ് വളരെ സപ്പോർട്ടീവ് ആണെന്ന് പറയുമ്പോൾ നമുക്കൊരു ധാരണ വേണം എന്താണ്. സോ ഈ ഗ്രാഫീൻ ഓക്സൈഡ് എന്ന് പറയുമ്പോൾ യു ഷുഡ് ബേസിക്കലി നോ വാട്ട് ഈസ് എ ഗ്രാഫീൻ. ഗ്രാഫീൻ ഭയങ്കര നല്ലൊരു ഇലക്ട്രിക്കൽ നോക്കുമ്പോൾ നല്ലൊരു കണ്ടക്ടറാണ്. ഇലക്ട്രിസിറ്റി വെച്ച് നോക്കുമ്പോൾ ഗ്രാഫീൻ ഭയങ്കര നല്ലൊരു കണ്ടക്ടറാണ്. പക്ഷേ ഗ്രാഫീൻ ഓക്സൈഡ് എന്ന് പറയുന്നത് ഒരു ഇൻസുലേറ്ററാണ്. വെരി ഇമ്പോർട്ടൻറ്റ്.
മോസ്റ്റ് ഇമ്പോർട്ടൻ്റ്ലി ഇതിനകത്ത് ഗ്രാഫീൻ ഓക്സൈഡും ഗ്രാഫീനും തമ്മിൽ ഇതിനകത്ത് ഡിഫറൻഷിയേറ്റർ വരുന്നത് ഇതിനകത്ത് ഓക്സിജൻ ഉണ്ട് എന്ന് പറയുന്നതാണ്. സോ ഗ്രാഫീൻ ഓക്സൈഡിൽ ഓക്സിജൻ ഉള്ളതുകൊണ്ട് തന്നെ ഇറ്റ്സ് കെമിക്കലി മോർ റിയാക്റ്റീവ്, അതും കൂടെ ഒന്ന് ഓർത്ത് വെച്ചു. സോ ഈ ഗ്രാഫീൻ ഓക്സൈഡ് ഒരു ഇൻസുലേറ്ററും കൂടെ ആണ്. സോ ഗ്രാഫീൻ ഓക്സൈഡിന് നല്ല, ഞാൻ എക്സ്ട്രാ പോയിന്റ്സ് പറയുന്നതാണ്, നല്ല ഒപ്റ്റിക്കൽ ട്രാൻസ്പാരൻസി ഉണ്ട്, ലൈറ്റിന് പാസ് ചെയ്യാൻ പറ്റും, നല്ല ഒപ്റ്റിക്കൽ ട്രാൻസ്പാരൻസി ഉള്ളത്. ഇത് പരീക്ഷയ്ക്ക് ചോദിക്കാം, വിച്ച് ആർ ദ ഫോളോയിങ് ആർ ദ ഫീച്ചേഴ്സ് ഓഫ് ഗ്രാഫീൻ ഓക്സൈഡ് എന്ന് ചോദിക്കുന്നതുകൊണ്ടാണ് ഞാൻ എക്സ്ട്രാ പോയിന്റ് ഷെയർ ചെയ്യുന്നത്. ഒരു കാര്യം നിങ്ങൾക്കറിയാം, ഫ്രോസ്റ്റ് ഫോർമേഷൻ തടയുന്നത് മനസ്സിലായി, ഒപ്റ്റിക്കൽ ട്രാൻസ്പാരൻസി നല്ലതാണെന്ന് മനസ്സിലായി, ഗ്രാഫീൻ ഓക്സൈഡ് നല്ല ഇൻസുലേറ്റർ ആണ്, കണ്ടക്ടർ അല്ല. അതേപോലെ നല്ല ഒപ്റ്റിക്കൽ ട്രാൻസ്പാരൻസി ഉള്ളതുകൊണ്ട് തന്നെ ഈ നല്ല ട്രാൻസ്പാരൻറ്റ് ഇലക്ട്രോഡ്സ് ഒക്കെ ഉണ്ടാക്കാൻ വളരെ ഹെൽപ്ഫുൾ ആണ് ജിയോ എന്ന് പറയുന്ന അതിൻ്റെ പ്രോപ്പർട്ടിയാണ് ഇത് പറയുന്നത്. സോ നല്ല സ്ട്രോങ് ആണ് ഗ്രാഫീൻ ഓക്സൈഡ്, നല്ല സ്ട്രോങ് ആൻഡ് ഫ്ലെക്സിബിൾ ആണ്. പക്ഷേ ഗ്രാഫീൻ പോലെ അത്രയും ഭയങ്കര സ്ട്രോങ് അല്ല, അത്യാവശ്യം സ്ട്രോങ്ങും ഫ്ലെക്സിബിളും തന്നെയാണ്. സോ നേരത്തെ പറഞ്ഞ പോലെ ഗ്രാഫീൻ ഓക്സൈഡിൽ ഓക്സിജൻ്റെ ഇമ്പാക്റ്റ് ഉള്ളതുകൊണ്ട് തന്നെ ഇത് കെമിക്കലി ഭയങ്കര റിയാക്റ്റീവ് ആണ് ഗ്രാഫീൻ ഓക്സൈഡ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളൂടെ ഞാൻ ഒന്ന് ഷെയർ ചെയ്തതേ ഉള്ളൂ, സയൻസിൻ്റെ വേണ്ടപ്പെട്ട കുറച്ച് കാര്യങ്ങളും കൂടെ. പിന്നെ അടുത്തത് ഗ്ലേഷ്യേഴ്സിൻ്റെ ഒരു ബേസിക് സയൻസ് ആണ്. ഇത് ഗ്ലേഷ്യർ എന്താണെന്നൊക്കെ പറയുന്ന കാര്യമാണ്. അപ്പോൾ ഇതിനകത്തുനിന്ന് നമുക്ക് ഇത് ഓൾറെഡി നിങ്ങൾ ജോഗ്രഫിയിൽ ഇതിപ്പോൾ ഞാൻ പഠിപ്പിക്കേണ്ട ആവശ്യമില്ല, എന്തായാലും നിങ്ങൾക്ക് ഗ്ലേഷ്യൽ ലേക്കും എന്താണ് ഗ്ലേഷ്യർ എന്നുള്ളതും കൂടെ നിങ്ങൾക്ക് നന്നായിട്ട് അറിയുന്ന കാര്യമാണ്. ഇപ്പോൾ ഗ്ലേഷ്യർ എന്ന് പറയുമ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, ഒരു മൗണ്ടൻ ഇത് താഴ്വരയൊക്കെ പോലെ ഇങ്ങനെ ഒരു സ്ലോപ്പ് പോലെയാണല്ലോ വലിയ താഴ്വരകളൊക്കെ നിൽക്കുന്നത്. അപ്പോൾ ഇവിടെയൊക്കെയുള്ള ഐസിൻ്റെ വലിയ മാസിനെയാണ് ഗ്ലേഷ്യർ എന്ന് വിളിക്കുന്നത്. ഇത് എന്താണെന്ന് വെച്ചാൽ ഇത് ആക്ച്വലി എങ്ങോട്ട് സ്ലിപ്പ് ചെയ്യുമല്ലോ, ഈ സാധനങ്ങൾ ഗ്ലേഷ്യർ ഇങ്ങനെ മറിഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ സ്ലിപ്പ് ചെയ്യും. ഈ സ്ലിപ്പ് ചെയ്യുന്ന സമയത്ത് ഇത് കൂടെ പോകുന്ന ടെറൈനെ എല്ലാം ഇത് കംപ്ലീറ്റ്ലി ഇറോഡ് ചെയ്ത് പോകും. ഇതെല്ലാം ഇറോഡ് ചെയ്ത് പോകുന്ന സമയത്ത് ഇവിടെയെല്ലാം ക്രാക്സും ഇതൊക്കെ വരും. യു ക്യാൻ കോൾ ഇറ്റ് ക്രാക്സ് ആൻഡ് ഓൾ. അപ്പോൾ ഇവിടെയൊക്കെ വലിയ ഹോളോ ആവുന്ന സമയത്ത് ഈ പറയുന്ന ഐസും കാര്യങ്ങളെല്ലാം ഈ ഹോളോ ഇതിനകത്ത് കയറിയിരിക്കും. ഈ ഐസ് കാര്യങ്ങളൊക്കെ മെൽറ്റ് ചെയ്യുമല്ലോ, ഈ മെൽറ്റ് ചെയ്യുന്ന സമയത്ത് ഇതെല്ലാം ഈ ഇതായിട്ട് ബന്ധപ്പെട്ട ഈ ഹോളോ ഇതിനകത്ത് ഉണ്ടാകുന്ന ഈ ഗ്യാപ്സിലെല്ലാം പോയി ഇത് ഫില്ല് ചെയ്ത് ഐസായിട്ട് പോയിരിക്കും. കുറേ കഴിയുമ്പോൾ ഇത് മെൽറ്റ് ചെയ്യും. ഇത് മെൽറ്റ് ചെയ്ത് കഴിയുമ്പോഴാണ് ഇവിടെ നിന്ന് പതുക്കെ വെള്ളമായിട്ട് നദികളിലേക്കും ഇതൊക്കെ ഒഴുകുന്നത്. സോ പലപ്പോഴും പറയുന്നുണ്ട്, നദികളിലെല്ലാം ഡ്രൈ പീരീഡ് വരുന്ന സമയം, നല്ല വെള്ളം കിട്ടാത്ത ഡ്രൈ ആയിട്ട് വരുന്ന സമയത്ത് എന്താണെന്ന് വെച്ചാൽ ഇവിടേക്ക് ഇരിക്കുന്ന ഈ വെള്ളവും കാര്യങ്ങളൊക്കെ പതുക്കെ തിരിച്ച് നദികളിലേക്ക് നമുക്ക് ഫ്ലോ കിട്ടും. ആൻഡ് ഇതേ കോണ്ടെക്സ്റ്റിൽ തന്നെ ഇത് വന്നിരിക്കുന്ന സമയത്ത് ദർ ഇസ് സംതിങ് എൽസ് കോൾഡ് ആസ് റോക്ക് ഡെബ്രിയും എല്ലാത്തിൻ്റെയും മിക്സിനെയാണ് നമ്മൾ മൊറൈൻ എന്ന് വിളിക്കുന്നത്. ഇറ്റ്സ് കോൾഡ് മൊറൈൻ. സോ ഓർത്താൽ മതി, ഗ്ലേഷ്യർ ഇതെല്ലാം കൂടെ ഇവിടെ വന്ന് ഇറോഡ് ചെയ്യുന്ന സമയത്ത് ഇവിടെ ബ്ലോക്ക് ഉണ്ടാവും, അവിടെ ഹോളോ ആയിട്ടിരിക്കുന്ന സ്ഥലത്ത് ഇത് കയറിയിരിക്കും. ഇത് കുറേ കഴിയുമ്പോൾ മെൽറ്റ് ചെയ്യുമ്പോൾ പതുക്കെ നദികൾക്ക് വെള്ളവുമായിട്ടൊക്കെ വരും എന്നൊരു ഒരു കോൺസെപ്റ്റ് നിങ്ങൾക്ക് കിട്ടിയാൽ മതി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ എന്താണ് ഗ്ലേഷ്യർ എന്ന് പറയുന്നത്? എനോമസ് ബോഡീസ് ഓഫ് ഐസ് ആൻഡ് മൗണ്ടൻസ് ആണ്. ഇത് ഗ്രാവിറ്റി കാരണം ഇത് താഴേക്ക് ദ ഗ്രൈൻഡിങ് ആക്ഷൻ ഇത് പൾവറൈസസ് ദ റോക്ക് ഇന്റർണൈസ്. ഇതിൻ്റെ വാക്കൊക്കെ വെച്ച് നിങ്ങൾക്ക് മനസ്സിലായി. ഇറ്റ്സ് കോൾഡ് എ മൊറൈൻ. ഒരു റോക്ക് ഫ്ലോർ എന്നാണ് ഉദ്ദേശിക്കുന്നത്. മൊറൈൻ ഗെറ്റ്സ് ഡെപ്പോസിറ്റ് ഇൻ ദ സൈൻസ് ഓഫ് ദ ടെർമിനസ് ഓഫ് ദ ഗ്ലേഷ്യർ. ഞാൻ ഈ പറഞ്ഞ കഥ തന്നെയാണ് മൊറൈൻ എന്നാണ് പറയുന്നത്. ഇത് ഗ്ലേഷ്യേഴ്സ് മെൽറ്റ് ചെയ്യുന്ന സമയത്ത് ഇതിലെ ക്യാവേൺസ് അല്ലെങ്കിൽ ഹോൾ എന്ന് പറയുന്നത് വെള്ളവും ഈ ഇതും കൊണ്ട് ഫില്ലാവും. ദ റോക്കി മെറ്റീരിയൽ ഇതിനൊരു ഡാം പോലെ ക്രിയേറ്റ് ചെയ്യും. പതുക്കെ ഗ്ലേഷ്യൽ ലേക്സ് ഇത് പതുക്കെ ഒഴുകി, ഞാൻ നേരത്തെ പറഞ്ഞു, ഇത് പതുക്കെ ഒഴുകി വരുന്ന സമയത്ത് എപ്പോൾ വേണം ഒഴുകി, ഇതിന് റിസ്ക് ഉണ്ട്. ഇത് നദികളിലേക്ക് വെള്ളം കൊടുക്കുമെന്ന് മാത്രമല്ല, ഇത് ഭയങ്കര റിസ്ക് ഉണ്ട്. ഇത് ഈ കിടക്കുന്ന അക്യുമുലേറ്റഡ് സാധനം ഏത് സമയം വേണോ പൊട്ടി താഴേക്ക് വരാം. ഇത് പൊട്ടി താഴേക്ക് വന്നാൽ വേറെ പ്രശ്നമൊന്നുമല്ല, ഗ്ലേഷ്യർ മെൽറ്റ് ചെയ്ത് വന്നാൽ ഇറ്റ് ക്യാൻ ക്രിയേറ്റ് ഇൻ ഗ്ലോഫ്. വെരി ഇമ്പോർട്ടൻറ്റ്, ഇറ്റ് ക്യാൻ ക്രിയേറ്റ് ഇൻ ഗ്ലോഫ് ഓർ ഇറ്റ്സ് കോൾഡ് എ ഗ്ലേഷ്യൽ ലേക്ക് ഔട്ട്ബേഴ്സ്റ്റ് ഫ്ലഡ് ഉണ്ടാവാം. ഇതൊക്കെ പ്രശ്നമാണ്. ഇങ്ങനെ ഉണ്ടായാലും ഇതൊക്കെ പ്രശ്നമാണെന്നാണ് പറയുന്നത്. ഇതെങ്ങനെ സംഭവിക്കാം? പിന്നെ 2-3 UPSC പ്രിലിംസിന് വേണ്ടി 2-3 ടോപ്പിക്സ് ഇപ്പോൾ തന്നെ തന്നേക്കാം. ഇവിടെ തന്നെ എഴുതി വെച്ചിട്ടുണ്ട്. ഈ ഗ്ലേഷ്യറിൻ്റെ ബ്ലൂ കളർ എന്തുകൊണ്ടാണെന്ന് ചോദിക്കുന്നത്. ഇത് എന്ന് പറയുന്നത് സ്കാറ്ററിംഗ് ഓഫ് ലൈറ്റ് ബൈ അൾട്രാഫൈൻ പാർട്ടിക്കിൾസ് ഓഫ് റോക്ക് ഫ്ലോർ ആൻഡ് സസ്പെൻഡഡ് ഇൻ ലേക്ക് വാട്ടർ. വെരി വെരി ഇമ്പോർട്ടൻറ്റ്. എടുത്തു ചോദിച്ചോ, ചിലപ്പോൾ പരീക്ഷയ്ക്ക് ചോദ്യമായിട്ട് ചോദിക്കാം. എന്തുകൊണ്ടാണ് ഇത് ബ്ലൂ കളർ ഇരിക്കുന്നത് വെച്ചാൽ ഇങ്ങനെ തന്നെ ചോദിക്കാം. ഇറ്റ്സ് ഡ്യൂ ടു ദ സ്കാറ്ററിംഗ് ഓഫ് ലൈറ്റ് ബൈ അൾട്രാഫൈൻ പാർട്ടിക്കിൾസ് ഓഫ് റോക്ക് ഫ്ലോർ എന്ന് ഉദ്ദേശിക്കുന്നത് മൊറൈനാണ്. ആ മിക്സാണ്, കല്ലിൻ്റെയും ഇതിൻ്റെയും മിക്സാണ്. സസ്പെൻഡഡ് ഇൻ ലേക്ക് വാട്ടർ. ഹിമാലയത്തിൽ വളരെ സ്റ്റണ്ണിങ് ആയിട്ടുള്ള ടർക്വോസ് കളർ ഗ്ലേഷ്യൽ ലേക്ക് ഉണ്ട്. അപ്പോൾ ഇതെല്ലാം സ്കാറ്ററിംഗ് ഓഫ് ലൈറ്റ് ആണെന്നുള്ളതും കൂടെ ഓർത്ത് വെച്ചോ. ഇങ്ങനത്തെ ചോദ്യങ്ങൾ പ്രിലിംസിന് മുന്നേ ചോദിച്ചിട്ടുണ്ട്, അതും കൂടെ ഒന്ന് ഓർത്ത് വെച്ചോ. പിന്നെ കുറച്ച് പേരുകളുണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് ഗുരു ഡോങ്കുമർ ലേക്ക്. എവിടെയാണ് ഗുരു ഡോങ്കുമർ ലേക്ക് എന്ന് പറയുന്നത്? നോർത്തേൺ സിക്കിമിലാണ്. വൺ ഓഫ് ദ ഹയസ്റ്റ് ലേക്സ് ഇൻ ദ വേൾഡ്. സോ ഓർത്തിരിക്കുക, എവിടെയാണ് മാച്ച് ദ ഫോളോയിങ്ങിൽ ചോദിച്ചാലും ഗുരു ഡോങ്കുമാർ ലേക്ക് ഒരു സ്റ്റേറ്റ്മെന്റ് ചോദിക്കാം. ഗുരു ഡോങ്കുമാർ ലേക്ക് ഈസ് ലൊക്കേറ്റഡ് ഇൻ
അരുണാചൽ പ്രദേശ് എന്ന ചോദ്യം വരികയാണെങ്കിൽ ട്രൂ ഓർ ഫാൾസ്, ഇത് തെറ്റാണ്. ഇറ്റ്സ് ആക്ച്വലി ലൊക്കേറ്റഡ് ഇൻ ദ സിക്കിമാണ് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്. സോ ഇതിൻ്റെ ലേക്കാണ്. ഇറ്റ് ഫീഡ്സ് ദ റിവർ തീസ്ത നദീനെ ഫീഡ് ചെയ്യുന്നതാണ്. ഇതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്, അതുകൊണ്ട് ഞാനിത് ഷെയർ ചെയ്യുന്നത്. തീസ്ത നദീനെ ഫീഡ് ചെയ്യുന്നുണ്ട്. സോ അതേപോലെ പാങ്ങോങ് ലേക്ക് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ്, ഇന്ത്യ ചൈനയിലുള്ളത്. പിന്നെ സമിതി ലേക്ക്, ഇതും സിക്കിമിലാണ്. കാഞ്ചൻജുംഗയിലേക്ക് പോകുന്ന വഴിക്കാണ് സമിതി ലേക്ക്. സോ സമിതി ലേക്ക്, ഗുരുദോങ്മാർ ലേക്ക് ആൻഡ് ലേക്ക് പാങ്ങോങ് ലേക്ക് ഒക്കെ നമ്മളിവിടെ കണ്ടതെല്ലാം ഗ്ലേഷ്യർ ലേക്കിൻ്റെ എക്സാമ്പിൾസ് ആയിട്ടാണ് ഇവിടെ പറയുന്നത്. സോ ഗ്ലോബൽ വാർമിംഗ് സംഭവിച്ചാൽ ഇതെല്ലാം മെൽറ്റ് ചെയ്ത് പോകും. മെൽറ്റ് ചെയ്ത് പോയാൽ താഴേക്ക് വന്നാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഗ്ലോഫ് പോലത്തെ സാധനങ്ങൾ ഉണ്ടാവും. And there is another important one of Sikkim's glacial lake, the moraine dammed South Lonak Lake. Very very important, Lonak. എന്തോരം ലേക്കിൻ്റെ പേരുകൾ നമ്മൾ ഒരിക്കലും ബുക്കിലൊന്നും പോയി എത്രയും ലേക്ക് പഠിക്കില്ല. അതുകൊണ്ടാണ് പേപ്പറിൽ തന്നെ നമുക്ക് ഇതൊക്കെ എടുക്കാൻ പറയുന്നത്. ലോണക് ലേക്കിനെ കുറിച്ച് പറയുന്നുണ്ട്. സോ ഇതിലിപ്പോൾ എന്തൊക്കെ നമുക്ക് മനസ്സിലാക്കി? ലോണക് ലേക്ക് എവിടെയാണെന്ന് മനസ്സിലാക്കി, ഗുരുദോങ്മാർ ലേക്ക് എവിടെയാണെന്ന് മനസ്സിലാക്കി, പാങ്ങോങ് നമുക്ക് ഓൾറെഡി അറിയാം ലഡാക്കിലാണ്. ആൻഡ് അതേപോലെ തന്നെ സമിതി ലേക്ക്, ഇത്രയും ലേക്ക്, തീസ്ത റിവർ. സോ 4 കാര്യങ്ങൾ, ലോണക്കും പിന്നെ ഗ്ലേഷ്യർ എങ്ങനെയാണ്. അതൊരു നല്ലൊരു ആർട്ടിക്കിളാണ്, അതുകൊണ്ടാണ് ഞാൻ ഇത്രയും, നമുക്ക് ഒരുപാട് ക്വസ്റ്റ്യൻ ഇതിനകത്തുനിന്ന് ചോദിക്കാൻ ചാൻസ് ഉള്ളതുകൊണ്ടാണ് ഞാൻ ഇത്രയും കാര്യങ്ങൾ ഇതിനകത്തുനിന്ന് ഷെയർ ചെയ്തത്. ഓക്കെ, അപ്പോൾ അത്രയും കാര്യങ്ങൾ നിങ്ങൾ ഷെയർ ചെയ്യുന്നു വിചാരിക്കുന്നു. പിന്നെ കണ്ടോ, ഇത് മൊത്തം പഠിപ്പിച്ചാൽ ഇതിനൊരു അന്തവും കുന്തവും ഇല്ല, ഇത് അത്രയ്ക്കധികം കാര്യങ്ങളുണ്ട്. ഞാൻ അതാ പറഞ്ഞു, ഈ ടോപ്പിക്കുകളൊക്കെ ഞാൻ കഴിഞ്ഞ എഴുതിയ എഡിറ്റോറിയൽ ആയിരുന്നു, ഇത് ഇന്നലത്തെ മെയിനായിട്ട് വാർത്തയായിരുന്നു, ഇത് ഓൾറെഡി ഇല്ല. അപ്പോൾ ഇതിലെന്താണെന്ന് വെച്ചാൽ, ഇതിലിപ്പോൾ ഞാൻ എന്തായാലും ഈ ടോപ്പിക്സ് ഇത്രയും ഡെപ്തിൽ പോകുന്നതിനെക്കാട്ടും ഞാൻ ഇന്നതിപ്പോൾ എക്സ്പ്ലെയിൻ ചെയ്ത് ഇനി ഒരു മണിക്കൂറോട് എടുക്കും. അതുകൊണ്ട് ഞാനിത് വളരെ കൃത്യമായിട്ട് ഓൾറെഡി ഞാൻ മിനിഞ്ഞാന്ന് എക്സ്പ്ലെയിൻ ചെയ്തൊരു കോൺസെപ്റ്റും കൂടാണ്. ഞാൻ ഉറപ്പായിട്ടും നമ്മുടെ കറണ്ട് അഫയേഴ്സ് ക്ലാസ്സിൽ ഫുൾ ടോപ്പിക് എടുക്കാം. എന്താണ് COP-16? അപ്പോൾ ഇടയ്ക്ക് COP-29 കണ്ടു. അപ്പോൾ ഈ 16 വരുന്നതേ ഉള്ളൂ. അതെന്താ ഒരു 29 ഒരു 16 ഒക്കെ വരുന്നത്? ഇതെന്താണ്? അപ്പോൾ എന്താണ് CBD എന്ന് ഓൾറെഡി പറഞ്ഞതാണ്, കൺവെൻഷൻ ഓഫ് ബയോളജിക്കൽ ഡൈവേഴ്സിറ്റി. ഇവിടെ കാലി വെച്ചിട്ടാണ്, കൊളംബിയ വെച്ചിട്ടാണ് നടക്കുന്നത്. ഇനി കുറച്ച് കഴിയുമ്പോൾ എന്താണ് ഈ കാലി ഫണ്ട് എന്ന് പറഞ്ഞൊരു സംഭവം ഡിസ്കസ് ചെയ്യാനുണ്ട് അടുത്ത പേജിൽ. എന്താണ് ഈ കാലി ഫണ്ട്? അപ്പോൾ ഇതിൻ്റെ ഇന്ത്യ ഇത്രയും എത്രയോ കോടി രൂപ ഇതിനു വേണ്ടി മാറ്റി വെക്കാനായിട്ട്, ബയോഡൈവേഴ്സിറ്റി ഇതിനു വേണ്ടി. ആൻഡ് അതിൽ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻറ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യേണ്ട ഒരു കോൺസെപ്റ്റും കൂടാണ്, വാട്ട് ഇസ് KMGBF. അത് ഓൾറെഡി ഞാൻ ഇന്നലെ എക്സ്പ്ലെയിൻ ചെയ്തതാണ്. എന്താണ് കുൺമിങ് മോൺട്രിയൽ ഗ്ലോബൽ ബയോഡൈവേഴ്സിറ്റി ഫ്രെയിംവർക്ക് എന്ന് പറയുന്നത്? അതെന്താണ്, ഇതിൻ്റെ ഇമ്പോർട്ടൻറ്റ് ലെവൽസ്, അതിൻ്റെ ടാർഗറ്റ്സ് എന്താണ്? ഇതൊക്കെ നമുക്ക് കറണ്ട് അഫയേഴ്സിൻ്റെ ക്ലാസ് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ കുറച്ചുകൂടെ സമയമെടുത്ത് എനിക്കത് പഠിപ്പിക്കാൻ പറ്റും. ആൻഡ് ദ നെക്സ്റ്റ് ഇമ്പോർട്ടൻറ്റ് കോൺസെപ്റ്റ് ഇസ് വാട്ട് ഇസ് ദ കോൺസെപ്റ്റ് ഓഫ് DSI, ഡിജിറ്റൽ സീക്വൻസ്ഡ് ഇൻഫർമേഷൻ എന്ന് പറയുന്നത്. ഇത് വളരെ വളരെ ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ്. ഉറപ്പായിട്ടും ഒരു പ്രിലിംസ് പൊട്ടൻഷ്യൽ ഉള്ള ചോദ്യമാണ്. വാട്ട് കൺസിഡർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് റിഗാർഡിംഗ് ഡിജിറ്റൽ സീക്വൻസ് ഇൻഫർമേഷൻ എന്നാണ് വരുന്നത്. ഇത് ജനറ്റിക്, പ്ലാന്റ് ആൻഡ് ആനിമൽ ജനറ്റിക് മെറ്റീരിയൽ നിന്ന് ഡിറൈവ് ചെയ്യുന്ന ഡേറ്റാബേസ് ആണത്. അപ്പോൾ അതെന്താണ്, ഇന്ത്യയുടെ ബെനിഫിറ്റ് എന്താണ്, ഈ ഭാഗമായിട്ട് എന്താണ് കാലി ഫണ്ട്, വാട്ട് ഈസ് ദ കോൺസെപ്റ്റ് ഓഫ് കാലി ഫണ്ട്, ഇതൊക്കെ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, ഇതിൻ്റെ കോൺട്രിബ്യൂഷൻ ഇതുണ്ട്. ഒറ്റയടിക്ക് ഇത് വായിച്ചു തീർക്കുന്നതിനെക്കാട്ടും വിൽ ടേക്ക് സം ടൈം. ആൻഡ് വാട്ട് ഈസ് ദ കോൺസെപ്റ്റ് ഓഫ് NBSAP, ഇത് നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്, നാഷണൽ ബയോഡൈവേഴ്സിറ്റി സ്ട്രാറ്റജി ആക്ഷൻ പ്ലാൻ. എന്താണ് NBSAP എന്നുള്ളതും കൂടെ ഞാനിതെല്ലാം ഇപ്രാവശ്യത്തിന് അടുത്ത് വരുന്ന ഈ ആഴ്ചത്തെ കറണ്ട് അഫയേഴ്സിൽ ഐ ഇൻക്ലൂഡ് ഓൾ ദിസ് ടോപ്പിക്സ്. കാരണം നല്ല ടൈം എടുത്ത് നമുക്ക് പഠിക്കാം ഇത്. പിന്നെ ഇത് ഞാൻ ഓൾറെഡി എക്സ്പ്ലെയിൻ ചെയ്തൊരു ടോപ്പിക്കാണ്, എന്താണ് തമിഴ്നാടിൻ്റെ ഹീറ്റ് വേവ്സ്. അപ്പോൾ ഇതിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് എന്താണ് ഹീറ്റ് വേവ്സ്. നാഷണൽ ഡിസാസ്റ്റർ മാനേജ്മെന്റ് ആക്ടിൽ ഇത് ഉൾപ്പെടുത്തുന്നില്ലെന്ന് പറഞ്ഞതിന് ശേഷം തമിഴ്നാട് ഇത് സ്റ്റേറ്റ് ഡിസാസ്റ്റർ ആയിട്ട് അംഗീകരിച്ചിട്ടുണ്ട്. ദാറ്റ് മീൻസ് സ്റ്റേറ്റ് ഡിസാസ്റ്റർ മാനേജ്മെന്റ് ഫണ്ട് ഇതിനകത്ത് നിന്ന് ഫണ്ട് ചെയ്യാൻ പറ്റും. സോ എന്താണ് ഹീറ്റ് വേവ്? 2023 ഏറ്റവും വലിയ ഹോട്ടസ്റ്റ് ഇയർ ആണെന്ന് പറയുന്നു. അങ്ങനെയാണെങ്കിൽ എന്താണ്, എങ്ങനെയാണ് ഹീറ്റ് വേവിനെ ഡിഫൈൻ ചെയ്തിരിക്കുന്നത്? IMDയുടെ ഡെഫിനിഷൻ എന്താണ്? വേൾഡ് മീറ്ററോളജിക്കൽ ഓർഗനൈസേഷൻ്റെ ഡെഫിനിഷൻ എന്താണ്? അതേപോലെ ഞാനൊരു സെപ്പറേറ്റ് അന്നൊരു ടോപ്പിക് എഡിറ്റോറിയൽ പഠിപ്പിച്ചതാണ്, എന്താണ് ദ കോൺസെപ്റ്റ് ഓഫ് വെറ്റ് ബൾബ് ഫെനോമിനൻ. എന്താണ് വെറ്റ് ബൾബ് ഫെനോമിനൻ ഞാൻ ഓൾറെഡി പഠിപ്പിച്ചതാണ്. കറണ്ട് അഫയേഴ്സ് ക്ലാസ്സിൽ ഞാൻ ഒന്നുകൂടെ എക്സ്പ്ലെയിൻ ചെയ്യും. വെറ്റ് ബൾബ് ഫെനോമിനൻ ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാം. നമ്മുടെ ബോഡി ഇവാപ്പറേറ്റ് ചെയ്ത് കൂൾ ഡൗൺ ചെയ്യുന്നതിൻ്റെ ഒരു ഇമ്പാക്റ്റിനെയാണ് ഞാൻ ഓൾറെഡി ഒരാൾ ഓടുന്നത് ജയ്പൂരിലും കൊൽക്കത്തയിലും ഹൈ ഹ്യൂമിഡിറ്റിയിൽ ഓടുന്നത് 38°C ഓടുന്ന ഒരു എക്സാമ്പിൾ ഞാൻ തന്നിട്ടുണ്ടായിരുന്നു 2 ദിവസത്തെ ക്ലാസ്സിന് മുന്നേ. നമ്മുടെ ബോഡി കൂൾ ഡൗൺ ചെയ്യുന്ന ഒരു ഫെനോമിനനാണ് വെറ്റ് ബൾബ് ടെമ്പറേച്ചർ എന്നിവിടെ പറയുന്നത്. അപ്പോൾ അതും ഓൾറെഡി നമുക്ക് ഡിസ്കസ് ചെയ്യേണ്ട ഒരു ടോപ്പിക് തന്നെയാണ്. ഡിസ്കസ് ചെയ്യാൻ ഞാൻ എന്തായാലും. പിന്നെ പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്, ഇതും ഒരു വലിയൊരു ടോപ്പിക്കായിട്ട് ഞാൻ എടുത്തു പോവാം. എന്താണ് ബെൽറ്റ് ആൻഡ് റോഡ് ഇനിഷ്യേറ്റീവ്? ചൈന ലോകം മൊത്തം, ഏഷ്യ, ആഫ്രിക്ക, യൂറോപ്പിലെ മേജർ ഭാഗങ്ങളെല്ലാം ഇങ്ങനെ കണക്ട് ചെയ്ത്, ചൈനയിൽ നിന്ന് ഇങ്ങനെ കണക്ട് ചെയ്ത് ഇങ്ങനെ പോകുന്നുണ്ട്.
ഇങ്ങനെ പോവാണത്. അപ്പം ഇങ്ങനെ പോകുന്ന ഒരു ലൈൻ എന്ന് ഉദ്ദേശിക്കുന്നത് എന്താ, ചൈന എല്ലായിടത്തും ബെൽറ്റും റോഡും ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. ഒരുപാട് റോഡ്സ്, ബ്രിഡ്ജസ്, പോർട്സ്, ഹൈവേസ് ഇതൊക്കെ ക്രിയേറ്റ് ചെയ്യാണ്. ഇതൊരു തരത്തിൽ ചൈനയുടെ എക്സ്പാൻഷൻ പോളിസി ഒരു മോഡേൺ സിൽക്ക് റൂട്ട് എന്ന് വിളിക്കുന്നുണ്ട്. അപ്പം ഇതിൽ ഒരുപാട് രാജ്യങ്ങൾ, ഇന്ത്യ BRI എതിർക്കുന്നുണ്ട്. കാരണം ഇത് ചൈന അത്രയും വലിയൊരു ഗ്രോത്ത്. അപ്പോൾ BRIയുടെ സൈക്കോളജി മൊത്തം നമുക്ക് ഇതിനകത്തുനിന്ന് മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. പിന്നെ ഒരു കാര്യം കൂടെ ചെയ്തിരുന്നു, ഞാനിത് ഓൾറെഡി BRI എന്താണെന്ന് പറഞ്ഞിട്ട് ഓൾറെഡി ഒരു എക്സ്പ്ലെയിൻ വാല പണ്ട് ചെയ്തിരുന്നു, ഇംഗ്ലീഷിലാണ് ചെയ്തത്. ആ എക്സ്പ്ലെയിൻ വാലയുടെ വീഡിയോൻ്റെ ലിങ്ക് ഞാൻ ഇതിൻ്റെ താഴെ പ്ലേസ് ചെയ്യാം. BRI എന്താണെന്ന് മനസ്സിലാക്കാൻ താല്പര്യമുള്ളവർക്ക് ആ 10 മിനിറ്റേ ഉള്ള വീഡിയോ ഒന്ന് കണ്ടു നോക്കിയാൽ കംപ്ലീറ്റ് BRI എന്താണ് അതിലെടുത്ത് പറയുന്നുണ്ട്. ചൈനയുടെ ഡെറ്റ് ട്രാപ്പ് ഡിപ്ലോമസി എന്താണ്, രാജ്യങ്ങളെല്ലാം കടത്തിലാക്കി, ഇറ്റ്സ് കോൾഡ് എ ഡെറ്റ് ട്രാപ്പ് ഡിപ്ലോമസി. കടത്തിലാക്കി ഡിപ്ലോമസി കൊണ്ടുപോകുന്ന ഡിപ്ലോമസി ഉണ്ട്. ദർ ഇസ് സംതിങ് കോൾഡ് സോയാബീൻ ഡിപ്ലോമസി. ഇതൊക്കെ ഞാൻ ആ ടോപ്പിക്ക് പഠിപ്പിച്ചിട്ടുണ്ട്. ഞാനത് പിന്നെയും പഠിപ്പിക്കും. ഞാൻ ആ വീഡിയോ എന്തായാലും ഷെയർ ചെയ്യാം, നിങ്ങളൊന്ന് കണ്ടു നോക്കിയാൽ മതി. അതിൽ കുറേ കാര്യങ്ങൾ കിടപ്പുണ്ട് കേട്ടോ. സോ അത് BRI എന്താണ്, ഇതിൽ ബ്രസീൽ ഭയങ്കര സ്ട്രോങ് ആയിട്ട് BRIനെ BRI വേണോ എന്ന് ആലോചിക്കുകയാണ്, ഇതിൻ്റെ പാർട്ട് ആകണോ വേണ്ടതെന്ന്. കാരണം ബ്രസീലിൻ്റെ ലാർജസ്റ്റ് ട്രേഡിംഗ് പാർട്ണറാണ് ചൈന. ഇന്ത്യ എന്തുകൊണ്ടാണ് BRI എതിർക്കുന്നത്, ഇങ്ങനത്തെ കാര്യങ്ങൾ ഇത് 2 മിനിറ്റ് പറയാനുള്ളതല്ല. ഇറ്റ്സ് എ ഗുഡ്, നല്ലൊരു സെഷനായിട്ട് തന്നെ ഞാൻ എടുക്കാം. തൽക്കാലം ആ വീഡിയോ കണ്ടു നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. സോ പ്രൊഫൈലിലെ വിജയിനെ കുറിച്ചിട്ടും പുതിയ ഹെസ്ബുള്ളയുടെ നേതാവിനെ കുറിച്ചിട്ടും ബാക്കിയുള്ള പ്രോ മോസ്കോ ഇങ്ങനത്തെ കുറച്ച് പ്രൊഫൈൽസാണ്. പിന്നെ നാഷണൽ ന്യൂസിൽ നമ്മൾ എൻഡ് ചെയ്യുന്ന സമയത്ത് ഇന്റർനാഷണൽ ന്യൂസിൽ പോളിയോൻ്റെ റിലേറ്റഡ് ആയിട്ടുള്ള കുറേ സംഭവങ്ങൾ പാകിസ്ഥാനിൽ നടന്നിട്ടുണ്ട്. സോ നമ്മൾ ഓൾറെഡി പോളിയോയെ കുറിച്ച് വളരെ ഡീറ്റെയിൽ ആയിട്ട് നോക്കിയിട്ടുണ്ട്. സോ ശ്രീലങ്കയിലെ പാർലമെന്ററി പോൾസ്, റഷ്യയും യുക്രൈനുള്ള പ്രശ്നം, ഖൊമേനി ഇറാനും ഇസ്രായേലും തമ്മിലുള്ള പ്രശ്നം, ഇതും വലിയ ചർച്ച നടക്കുന്നുണ്ട്. ഇറാനും ഇസ്രായേലും തമ്മിലുള്ള പ്രശ്നം. പിന്നെ സിഖ് പിൽഗ്രിംസിന് പാകിസ്ഥാനിൽ ഫ്രീ വിസ കിട്ടുകയാണ്. പക്ഷെ ഒരു കാര്യമുണ്ട്, സിഖ് പിൽഗ്രിംസ് എന്ന് പറയുമ്പോൾ ഇന്ത്യക്കാരല്ല. സിഖ് പിൽഗ്രിംസ് US നിന്നും UK നിന്നും കാനഡയിൽ നിന്ന് വരുന്ന പഞ്ചാബികൾക്ക് വിത്തിൻ 30 മിനിറ്റ്സ് വിസ കൊടുക്കുകയാണ്. ഇന്ത്യക്കാർക്ക് വിസ കൊടുക്കാനേ അവർക്ക് മടിയുള്ളൂ. കാരണം പാകിസ്ഥാനിൽ ഒരുപാട് സിഖ്, ഉദാഹരണത്തിന് കർത്താർപൂർ കൊറിഡോർ പോലത്തെ സ്ഥലത്ത് ഒരുപാട് ആൾക്കാർ പ്രാർത്ഥിക്കാൻ വരാറുണ്ട്. ഇന്ത്യക്കാർക്ക് വിസ ഇല്ലാതെ തന്നെ പോയി പ്രാർത്ഥിക്കാം, കർത്താർപൂർ വിസ ഇല്ലാതെ തന്നെ പോവാം. പക്ഷെ പാകിസ്ഥാൻ ഒരുപാട് ആൾക്കാരുടെ, ഇന്ത്യക്കാരുടെ ഹോം പ്ലേസും കൂടാണ് പഞ്ചാബ്, അമൃത്സറിലുള്ള. അവിടേക്ക് വിസിറ്റ് ചെയ്യാൻ ഇന്ത്യക്കാർക്ക് വിസ കിട്ടാൻ കുറച്ച് ഡിഫിക്കൽട്ടാണ്. പക്ഷേ US, UK, കാനഡയുള്ള ഇത് പാകിസ്ഥാൻ ഒരു ഡിപ്ലോമാറ്റിക് ഷോ ഓഫ് കാണിക്കുന്നതാണ് ഇന്ത്യക്കെതിരെ. നിങ്ങൾ ഓൾറെഡി ഇപ്പോൾ ഈ US, UK, കാനഡയായിട്ട് നമുക്ക് ഇത്തിരി മോശം റിലേഷനിലാണ് നമ്മൾ, ഖാലിസ്ഥാൻ കാരണം. അപ്പോൾ അതിനെ ഒന്ന് എക്സ്പ്ലോയിറ്റ് ചെയ്യാൻ വേണ്ടി കാണിക്കുന്ന ഒരു ടെക്നിക്കാണ്, ഇറ്റ്സ് എ ഷോ ഡൗൺ. പിന്നെ പ്രധാനപ്പെട്ട ഒരു വാർത്ത, ഇതൊരു വളരെ ഇമ്പോർട്ടൻറ്റ് വാർത്തയാണ്. ഇതും കൂടെ പറഞ്ഞിട്ട് നമ്മുടെ സെഷൻ ഇന്ന് അവസാനിപ്പിക്കും. കാരണം നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ് എന്താണ് CBD എന്നുള്ളത്. ഓൾറെഡി നമ്മൾ ഇതിനകത്ത് പറയുന്ന ഒരു കാര്യം, ഇതിനകത്ത് മെയിനായിട്ട് പറയുന്ന ഒരു കാര്യം ഇത്രയേ ഉള്ളൂ. കൊളംബിയയിൽ ഒരു കാലി ഫണ്ട് വേണമെന്നാണ് പറയുന്നത്. കാലി എന്ന് ഉദ്ദേശിക്കുന്നത് ഇപ്രാവശ്യത്തെ COP-16 നടന്ന സ്ഥലമാണ്, അവിടെയാണ് ഇത് പറയുന്നത്. UN സമ്മിറ്റ് അപ്രൂവ്സ് ഫണ്ട് ടു ഷെയർ പ്രോഫിറ്റ്സ് ഓഫ് ജനറ്റിക് ഡേറ്റ. സോ എന്താണ് കാലി ഫണ്ട്? ആ കൊളംബിയയിൽ നടന്നതുകൊണ്ടാണ് ഇതിനെ കാലി ഫണ്ട് എന്ന് വിളിക്കുന്നത്. വേറൊന്നുമല്ല, ഇറ്റ് ഈസ് ദ കോൺസെപ്റ്റ് ഓഫ് DSI. എന്താണ് DSI എന്ന് പറയുന്ന, ഓൾറെഡി ഞാൻ നേരത്തെ പറഞ്ഞതാണ്. ഇപ്പോൾ ഓൾറെഡി DSI എന്ന് ഓൾറെഡി ഇപ്പോൾ പലയിടത്തും പറഞ്ഞൊരു കാര്യമാണ്. അപ്പോൾ കൺവെൻഷൻ ഓഫ് ബയോളജിക്കൽ ഡൈവേഴ്സിറ്റി, COP-16, ഇതിൽ കൊളംബിയയിലൊക്കെ നടന്ന കാര്യമാണ്. ഇതിൽ DSI ത്രൂ വരുന്ന ഫണ്ട് നമ്മൾ ഷെയർ ചെയ്യണമെന്നാണ് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ബേസിക്കലി എന്താണ് ഡിജിറ്റൽ സീക്വൻസ് ഇൻഫർമേഷൻ നിങ്ങൾ മനസ്സിലാവണം. അതായത് നിങ്ങൾ ഇത്രയും മനസ്സിലാക്കിയാൽ മതി. അതായത് DSI എന്ന് പറയുമ്പോൾ ഇതൊരു ജനറ്റിക് ഡേറ്റയാണ്, ഇതൊരു റെപ്പോസിറ്ററിയാണ്, ഡിജിറ്റൽ റെപ്പോസിറ്ററിയാണ്. എന്താണ്? ജനറ്റിക് ഡേറ്റയാണ്. എന്തിനെ കുറിച്ചിട്ടുള്ളത്? ജനറ്റിക് ഡേറ്റ ഓൺ പ്ലാന്റ്സ് ആൻഡ് ആനിമൽസ്. വെരി ഇമ്പോർട്ടൻറ്റ്. സോ ജനറ്റിക് ഡേറ്റ ഓൺ ദ പ്ലാന്റ്സ് ആൻഡ് ആനിമൽസ്, അതിനെക്കുറിച്ചുള്ളൊരു ഡേറ്റയാണത്. സോ പലപ്പോഴും ഈ സ്പീഷി അല്ലെങ്കിൽ ഈ ജനറ്റിക് ഡേറ്റ ഓഫ് പ്ലാന്റ്, ഈ സ്പീഷി, പ്ലാന്റ് അല്ലെങ്കിൽ ആനിമൽ എന്നൊക്കെ പറയുന്ന ഇതൊക്കെ ഒറിജിനേറ്റ് ചെയ്യുന്നത്, ഈ സ്പീഷിയൊക്കെ ഒറിജിനേറ്റ് ചെയ്യുന്നത് ഏതെങ്കിലും ഒരു കമ്മ്യൂണിറ്റിയിൽ നിന്നായിരിക്കും. ചിലപ്പോൾ ഏഷ്യയിലോ ആഫ്രിക്കയിലോ എവിടെയെങ്കിലുമൊക്കെ ഉള്ള ഒരു കമ്മ്യൂണിറ്റി, ഈ കമ്മ്യൂണിറ്റിയിൽ നിന്നായിരിക്കും ഇതിനെക്കുറിച്ചിട്ടുള്ള ഈ പെർട്ടിക്കുലർ പ്ലാന്റ്, ആനിമൽ അല്ലെങ്കിൽ ഈ സ്പീഷീനെ കുറിച്ചിട്ടുള്ള നമുക്ക് അറിവ് കിട്ടുന്നത്. ഈ പ്ലാന്റ് ആൻഡ് ആനിമൽ സ്പീഷി വെച്ചിട്ടാണ് ഏറ്റവും കൂടുതൽ ഇൻഡസ്ട്രീസിൽ ഇപ്പോൾ ഉപയോഗിക്കുന്നുണ്ടല്ലോ ഈ ജനറ്റിക് മെറ്റീരിയൽ, ജനറ്റിക് ഡേറ്റ, ജനറ്റിക് മെറ്റീരിയൽ ഇൻഡസ്ട്രീസിൽ ഭയങ്കര ഹാർഡ് കോർ യൂസ് അല്ലേ. പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ ഇൻഡസ്ട്രീസ്, അതേപോലെ തന്നെ ഫാർമ കമ്പനീസ്, എത്ര ഇൻഡസ്ട്രീസ്, മരുന്നുകൾക്ക് വേണ്ടി
റിലേറ്റഡ് മരുന്നുകൾക്ക്, ഫാർമയ്ക്ക് വേണ്ടി, അതേപോലെ കോസ്മെറ്റിക്സിന് വേണ്ടിയൊക്കെ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ഒരു ഇൻഡസ്ട്രിയും കൂടാണ്. അപ്പോൾ ഈ പ്ലാന്റ് ആനിമൽ സ്പീഷീനെ ഈ നമ്മൾ ഇൻഡസ്ട്രി വെച്ച് ഉപയോഗിച്ചിട്ട്, ഈ ഇൻഡസ്ട്രിയിൽ ഉപയോഗിച്ചിട്ട് ഒരുപാട് ആൾക്കാർ, കമ്പനികൾ പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്യുന്നുണ്ട്. ഇതാണ് ചോദ്യം. ക്രീം ഉണ്ടാക്കാനോ എന്തിനോ, ആനിമൽസിനോ പ്ലാന്റിനെയോ ഒക്കെ വെച്ചിട്ട് ഇത് വെച്ചിട്ട് ഒരുപാട് ആൾക്കാർ ഇൻഡസ്ട്രി വഴി പ്രോഫിറ്റ് ഉണ്ടാക്കുന്നുണ്ട്. പക്ഷെ ചോദ്യം, ഈ പ്രോഫിറ്റ് ഉണ്ടാക്കുന്ന ആൾക്കാർ ഈ കമ്മ്യൂണിറ്റിക്ക് വേണ്ടി എന്താണ് ചെയ്യുന്നത്? കാരണം ഇവരുടെ സപ്പോർട്ടോ അല്ലെങ്കിൽ ചിലപ്പോൾ ഒരു കമ്മ്യൂണിറ്റി, ഒരാളോ അല്ലെങ്കിൽ ഗ്രൂപ്പ് ഓഫ് ആൾക്കാരായിരിക്കും ഇതിന് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത്. ഈ കമ്മ്യൂണിറ്റിക്ക് എന്തെങ്കിലും ഗുണമുണ്ടോ? ഇത് ഇങ്ങനെ ഒരു സാധനം ഉണ്ടെന്ന് പറഞ്ഞ് ആരൊക്കെയോ വന്ന് എടുത്തിട്ട് ഇതൊക്കെ കൊണ്ട് ഇൻഡസ്ട്രിയിൽ ഉണ്ടാക്കി പോകുന്നു. അപ്പോൾ ഇതൊന്ന് ഇപ്പോൾ പറയുന്ന പുതിയ DSIയിൽ വരുന്ന പുതിയ ഒരു നിയമം അല്ലെങ്കിൽ ഒരു തിയറി, ഒരു ട്രീറ്റി പോലത്തെ ഒരു സംഭവം കൊണ്ടുവരാൻ പോവുകയാണ്. കാലി ഫണ്ട്, അതായത് കാലിയിൽ നടന്ന പ്രോഗ്രാം ആയതുകൊണ്ട് ഇതിനെ വിളിക്കുന്ന പേര് കാലി ഫണ്ട് എന്നാണ്. വേറൊന്നുമല്ല, ഇങ്ങനെ ഏതെങ്കിലും പ്ലാന്റോ ആനിമലോ സ്പീഷിയോ നമ്മൾ വിറ്റ് അതിന് ഇൻഡസ്ട്രിയലായിട്ട് ജനറ്റിക് മെറ്റീരിയൽ വെച്ച് ഇൻഡസ്ട്രീസോ ഫാർമയോ കോസ്മെറ്റിക്സോ വെച്ച് വിറ്റ് കിട്ടുന്ന പൈസ, ഈ പ്രോഫിറ്റ് ഉണ്ടെങ്കിൽ ഈ പ്രോഫിറ്റിൻ്റെ 1%, വെരി ഇമ്പോർട്ടൻറ്റ്, 1% അല്ലെങ്കിൽ നമുക്ക് കിട്ടുന്ന വരുമാനം, റവന്യൂവിൻ്റെ 0.1% റവന്യൂ ഈ പറയുന്ന കാലി ഫണ്ടിലേക്ക് മാറ്റി വെച്ച് ഈ കമ്മ്യൂണിറ്റിയിലെ ആൾക്കാർക്ക് കൊടുക്കണം എന്ന് പറയുന്നതാണ് ഇതിൻ്റെ മേജർ തോട്ട് പ്രോസസ്സ്. ഇത്രയും കാര്യങ്ങൾ ഞാൻ ഒപ്പിച്ച് എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് കാര്യം പെട്ടെന്ന് മനസ്സിലാവാൻ വേണ്ടി ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. ഈ കാര്യം ഇത് വായിച്ചാൽ നിങ്ങൾക്ക് മൊത്തം കിട്ടുമൊന്നുമില്ല. പക്ഷെ ഞാൻ ഉദ്ദേശിച്ച DSI എന്ന് ഉദ്ദേശിച്ച ഒരു റെപ്പോസിറ്ററി ആണ് ഡിജിറ്റൽ സീക്വൻസ് ഇൻഫർമേഷൻ എന്ന് പറയുന്നത്. അതൊരു കാര്യം പിടികിട്ടിയെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഈ ഇങ്ങനെ ഉണ്ടാകുന്ന പ്രോഫിറ്റ് കാലി ഫണ്ട് അതിൽ കൊടുക്കണം, അവർക്ക് എന്തെങ്കിലും കമ്മ്യൂണിറ്റി ബെനിഫിറ്റ് ഉണ്ടാകണം എന്നാണ് അവരിവിടെ പറയാൻ ശ്രമിക്കുന്ന പോയിന്റ്. ഓക്കെ, സോ ഇന്നത്തെ ഒരുപാട് ടോപ്പിക്കുകൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഇറ്റ്സ് ബീൻ എ ലോട്ട് ഓഫ് ടോപ്പിക്സ് ദാറ്റ് വി ഹാവ് ഡിസ്കസ്ഡ്. നിങ്ങൾ സമയമെടുത്ത് ഇതൊക്കെ പഠിച്ച് എഴുതിയെടുത്താൽ ഇറ്റ്സ് റിയലി ഗോയിങ് ടു ബി വെരി ഗുഡ്. Okay, so keep listening to IAS Factor, and I am Arjun R Shankar. Thank you.